സൗജന്യ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇൻഷാല്ല. നമ്മൾ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അറബിക് നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വിചാരിക്കുന്നത് ആദ്യമായിട്ട് നെറ്റ് എക്സാമിനെ പരിചയപ്പെടുന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ പലതവണ എഴുതിയിട്ട് നെറ്റിലേക്ക് എത്താത്തവരും, അതുപോലെ തന്നെ ഒരുപാട് തവണ നെറ്റ് ക്രാക്ക് ചെയ്ത് JRF എത്താത്തവർ, അങ്ങനെ വ്യത്യസ്ത തലത്തിലുള്ള ആളുകളായിരിക്കും നമ്മുടെ ഈ സെഷന് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സെഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അതായത് അതൊരു UGC നെറ്റ് എക്സാമിനെ കുറിച്ച് നമ്മൾ ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. UGC നെറ്റ് എക്സാം ഏതൊക്കെ തരത്തിൽ എങ്ങനെയാണ് എക്സാം ഉണ്ടാകുക, എക്സാമിന്റെ സിലബസ്, പാറ്റേണുകൾ, അതുപോലെ തന്നെ ഏതൊക്കെ ടൈമിലാണ് നടക്കുക, ഏതൊക്കെ വിഷയങ്ങൾ, കാര്യങ്ങൾ, നെറ്റ് എക്സാമിന്റെ പർപ്പസ് എന്താണ്, അതുകൊണ്ടുള്ള മെച്ചം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. പിന്നെ സബ്ജക്റ്റുകൾ, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അറബിക്കിനാണ്. അറബിക്ക് നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അറബിക്ക് എഴുതുന്ന ആളുകൾക്ക് പേപ്പർ 1, പേപ്പർ 2, ജനറൽ പേപ്പർ അല്ലെങ്കിൽ സബ്ജക്ട് പേപ്പർ എന്നുള്ള രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ പേപ്പർ 1ന്റെയും പേപ്പർ 2ന്റെയും സിലബസ് ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ ഒന്ന് ഓടിച്ചു പോവാം. നമുക്ക് സിലബസിൽ 10 യൂണിറ്റുകൾ, ഓരോ പേപ്പറിൽ നിന്ന് എത്ര യൂണിറ്റുകൾ ഉണ്ട്, ഓരോ യൂണിറ്റിലും മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അടുത്തായിട്ട് റെഫറൻസ് ബുക്കുകൾ, അതായത് മെയിൻ ആയിട്ട് അറബിക്കാണ്. അറബിക്ക് 10 യൂണിറ്റുകളുണ്ട്. ജാഹിലിയ കാലം മുതൽ ആധുനിക കാലം വരെയുള്ള സാഹിത്യകാരന്മാരെ കുറിച്ച്, കവികളായാലും അല്ലെങ്കിൽ ഗദ്യത്തിലുള്ള ആളുകളാണെങ്കിലൊക്കെ ഒരുപാട് ആളുകളെ കുറിച്ച് പഠിക്കാണ്ട്. അപ്പൊ അവരെ കുറിച്ചൊക്കെ എവിടെയാണ് കിട്ടുക, ഏതൊക്കെയാണ് റെഫറൻസ് ബുക്കുകളായിട്ട് നമ്മൾ റെഫർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് റെഫറൻസുകൾ, ഉദാഹരണത്തിന് ഹസൻ സിയാത്ത്, ഹന്ന ഫാഖുരി, ഈ കിതാബുകളൊക്കെ എങ്ങനെയാണ് നോക്കേണ്ടത്, ഏതൊക്കെ ടൈപ്പാണ്, ഏതൊക്കെ ഏരിയകളാണ് ഇമ്പോർട്ടന്റ്, ഈ കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടൈപ്പ്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ അറബിക്കിനെ സംബന്ധിച്ചിടത്തോളം പല ടൈപ്പ് ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. ഒക്കെ ഒബ്ജക്റ്റീവ് ആണെങ്കിലും ക്വസ്റ്റ്യന് പല ടൈപ്പ് വ്യത്യസ്തമായ രൂപത്തിൽ പുതിയ എക്സാമിന്, അതായത് കഴിഞ്ഞ 1-2 അല്ലെങ്കിൽ 2-3 വർഷമായിട്ടുള്ള പുതിയ ട്രെൻഡിലായിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ മാറിയിട്ടുണ്ട്. പഴയ ജനിച്ച വർഷം അല്ലെങ്കിൽ കിതാബിന്റെ പേരെന്നൊക്കെ മാറിയിട്ട് ഒന്നുകൂടെ ഡിസ്ക്രിപ്റ്റീവായ മോഡൽ എക്സാമുകളായി മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ടെങ്കിലും കുറെ ചിന്തിക്കണം, അല്ലെങ്കിൽ കുറെ സമയം എടുത്ത് ചിന്തിക്കേണ്ട ആ ടൈപ്പ് ക്വസ്റ്റ്യനുകൾ, പുതിയ മോഡൽ ക്വസ്റ്റ്യനുകൾ, അതെങ്ങനെയൊക്കെ ആൻസർ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇൻഷാല്ല നമ്മള് ആദ്യമായിട്ട് നെറ്റ് എക്സാമിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഏകദേശം കൂടുതൽ ആളുകളും ഒരു ചെറിയ ധാരണ ആളുകൾ UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു അതോറിറ്റി, UGC ആണ് നെറ്റ് എക്സാം സംഘടിപ്പിക്കുന്നത്. അവരുടെ കീഴിലാണ്. പക്ഷേ ഈ പരീക്ഷ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആ പരീക്ഷയുടെ ഘടനകൾ, കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുക, പരീക്ഷ നടത്തുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടി എന്നുള്ള നിലക്കാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, അതായത് NTA എന്ന് പറയുന്നത്. അപ്പോൾ എക്സാം സംഘടിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ UGC ആണെങ്കിലും UGC വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നത് NTA മുഖേന. അപ്പൊ NTA ആണ് പ്ലാറ്റ്ഫോം, NTA ആയിരിക്കും എക്സാം നടത്തുക എന്നുള്ള റോള് മാത്രമേ NTA ആയിക്കുള്ളൂ, റിസൾട്ട് ഔട്ട് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ. പക്ഷെ മെയിൻ ആയിട്ട് സിലബസ് തീരുമാനിക്കുന്നതും ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ UGCയുടെ അണ്ടറിലാണ് വരുന്നത്. മാത്രമല്ല ഇതിന് ശേഷമുള്ള തുടർ നടപടികൾ, ഏത് JRF നേടിയാൽ, നെറ്റ് നേടിയാൽ അവർക്കുള്ള സർട്ടിഫിക്കറ്റ്, അവർക്കുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്നതും നിശ്ചയിക്കുന്നതൊക്കെ UGC ആണ്. അപ്പോൾ അതുകൊണ്ടാണ് UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, അതാണ് നെറ്റിന്റെ ഫുൾ ഫോം. അപ്പോ ജസ്റ്റ് ഒന്ന് നമുക്ക് എന്താണ് നെറ്റ് എക്സാം എന്ന് പരിചയപ്പെടാം. അതായത് UGC നെറ്റ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, അതാണ് UGC നെറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അതായത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നീറ്റിനെ പോലെ, അല്ലെങ്കിൽ ജാം, അല്ലെങ്കിൽ ഗേറ്റ്, അങ്ങനത്തെ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് നെറ്റ് എക്സാം എന്ന് പറയുന്നത്. അത് അത് തന്നെ എന്തിനു വേണ്ടി, രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് നെറ്റ് എക്സാം നടത്തുന്നത്. ഒന്ന് മെയിൻ ആയിട്ട് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി, ലെക്ചർഷിപ്പിന് വേണ്ടി, അല്ലെങ്കിൽ പ്രൊഫസർ ആകാൻ വേണ്ടിയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക, അവർക്കുള്ള എലിജിബിലിറ്റി നിശ്ചയിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള റോള്. അപ്പൊ നെറ്റ് നേടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഈ നെറ്റ് എക്സാം പാസ്സാകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മാത്രമേ കോളേജുകളിൽ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കാനുള്ള ഒരു യോഗ്യത കിട്ടുള്ളൂ. രണ്ടാമതായിട്ട് ടു അവാർഡ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അതായത് JRF എന്ന് പറയുന്ന ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അത് അവാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരാളെ PhD ചെയ്യുമ്പോൾ റിസർച്ചിന് വേണ്ടിയിട്ട്, MPhil അല്ലെങ്കിൽ PhD, അങ്ങനെ റിസർച്ച് ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്ന അവസരത്തിൽ അവനക്ക് വേണ്ടിയുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സാമ്പത്തികമായിട്ട് 5 വർഷം അവനക്ക് ആവശ്യമായ മുഴുവൻ ചെലവുകളും UGC നൽകും. അതിനുള്ള ക്വാളിഫിക്കേഷൻ ആണ് JRF എന്ന് പറയുന്നത്. അപ്പോൾ
യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള യോഗ്യതയ്ക്ക് വേണ്ടി നെറ്റ് മാത്രം മതി. പക്ഷെ നെറ്റിന്റെ ഒന്നുകൂടെ കൂടിയ മാർക്ക് നേടുമ്പോൾ അതിന്റെ നമ്മൾ എങ്ങനെയാണ് JRF എത്താന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ JRF കിട്ടുന്ന ആളുകൾക്ക് അവർക്ക് അവരുടെ റിസർച്ച് അവർ ഏത് ഏരിയയിലാണെങ്കിലും അവർക്കുള്ള റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് 5 വർഷക്കാലം യൂണിവേഴ്സിറ്റി, അതായത് UGC നൽകുന്ന ഒരു ഗ്രാന്റ് അല്ലെങ്കിൽ ഒരു ഫെലോഷിപ്പ് ആണ് JRF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം പ്രധാനപ്പെട്ട ഇതിന്റെ പർപ്പസ്. നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് 2 ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്നെന്ന് പറയുന്നത് രാജ്യത്തെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതയാണ് നെറ്റ് എന്ന്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഏത് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കാനുള്ള യോഗ്യത. അപ്പോൾ നെറ്റ് എക്സാം എഴുതിയിട്ട് നെറ്റ് JRF രണ്ട് സാധ്യതകളുണ്ട്. നെറ്റ് മാത്രം നേടുന്നവരുണ്ട്, നെറ്റ് വിത്ത് JRF ഉണ്ടാവും. അതായത് നെറ്റിനേക്കാൾ ഒന്നുകൂടി കൂടുതൽ മാർക്ക് നേടുന്ന ആളുകൾക്കാണ് JRF കിട്ടുക. അപ്പോൾ JRF ഇട്ട ആൾക്ക് 2 മെച്ചുണ്ട്. അവർക്ക് നെറ്റുമായി JRF റിസർച്ച് ചെയ്യുമ്പോൾ ഫെലോഷിപ്പ് കിട്ടും. പിന്നെ നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള യോഗ്യതയായി. അപ്പോൾ ഒരാൾ നെറ്റ് മാത്രം ക്വാളിഫൈഡ് ആണ്, JRF ക്വാളിഫൈഡ് അല്ല. എന്നാൽ അയാൾക്ക് PhD ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ ഏത് യൂണിവേഴ്സിറ്റികളിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏത് കോളേജിലും പഠിപ്പിക്കാനുള്ള അടിസ്ഥാന യോഗ്യതയായി. പിന്നെ അടുത്ത സ്റ്റെപ്പുകൾ, അതായത് PSC എക്സാം അല്ലെങ്കിൽ മാനേജ്മെന്റ് കോളേജിലൊക്കെ കയറാനുള്ള വേറെ ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടാവും. പക്ഷെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് നെറ്റ് ആണ്. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് എക്സാമുകൾ നടക്കുന്നുണ്ട്. കേട്ടറ്റ് എക്സാം, സെറ്റ്, ഇതൊക്കെ ഓരോ സ്കൂളുകളിൽ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, അങ്ങനെ ഓരോ ലെവലിലാണ്. അപ്പൊ ഇതിലെ ഏറ്റവും ഉന്നതമായ ഒരു ലെവലാണ് കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആകുന്നത്. അത് ആ ഒരു യോഗ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമാണ് നെറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് അടുത്തായിട്ട് സബ്ജക്റ്റുകൾ. ഇത് എക്സാം ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്, 100ന്റെ അടുത്ത സബ്ജക്റ്റുകൾ. അറബി അതിൽ ഒരു സബ്ജക്ട് മാത്രമാണ്. ആർട്സ്, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ്, കൊമേഴ്സ്, സയൻസ്, ഈ വിഷയങ്ങളിലൊക്കെ ഉള്ളതിന്റെ ഏതൊക്കെ സബ് കാറ്റഗറികൾ ഉണ്ടോ അതിലൊക്കെ നടത്തുന്ന ഒരു വലിയൊരു എക്സാം, നാഷണൽ ലെവൽ നടത്തുന്ന എക്സാമാണ് നെറ്റ് എക്സാം എന്ന് പറയുന്നത്. പിന്നെ ഈ നെറ്റ് എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി, എന്ന് പറയുന്നത് PGയിൽ, അതായത് പോസ്റ്റ് ഗ്രാജുവേഷന് നമ്മൾ 55% മാർക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. അതായത് നമ്മൾ PGക്ക് ജോയിൻ ചെയ്ത ഉടനെ തന്നെ നമുക്ക് നെറ്റ് എക്സാം എഴുതാം. കുറെ ആളുകൾക്ക് ഈ ഒരു ഏരിയയിൽ ഒരുപാട് ഡൗട്ടുകളുണ്ട്. എപ്പോഴും നെറ്റ് എക്സാം എഴുതാം, PG കംപ്ലീറ്റ് ആവണോ, അത് PG ജോയിൻ ചെയ്യണോ, ഡിഗ്രി കംപ്ലീറ്റ് ആണോ, ഒരുപാട് ഡൗട്ടുകളുണ്ടോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എലിജിബിലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ നെറ്റ് എക്സാം നെറ്റ് ക്വാളിഫൈഡ്, അതായത് നെറ്റ് എക്സാം റിസൾട്ട് വന്ന് നമുക്ക് നെറ്റ് ക്വാളിഫൈഡ് ആണെന്നെങ്കിൽ അത് മുതൽ 2 വർഷത്തിനുള്ളിൽ നമ്മൾ PG കംപ്ലീറ്റ് ആക്കിയാൽ മതി. PG കംപ്ലീറ്റ് ആക്കിയത് മാത്രമല്ല, PG കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ 55% മാർക്കോടുകൂടി PG കംപ്ലീറ്റ് ആക്കുക. ഇപ്പോഴത്തെ സ്വാഭാവികമായിട്ട് നെറ്റ് ക്വാളിഫൈഡ് ആവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 55% മാർക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. സ്വാഭാവികമായിട്ട് പാസ്സാകുന്ന ആളുകൾക്കൊക്കെ 50% മുകളിൽ ഉണ്ടാകും. നെറ്റ് എക്സാം ക്വാളിഫൈഡ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് PGക്ക് 55% നേടാനുള്ള വലിയ റിസ്ക് ഉള്ള കാര്യമല്ല. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. എന്നാലും ബേസിക് ക്വാളിഫിക്കേഷൻ നിലക്ക്, ഒരു എലിജിബിലിറ്റി നിലക്ക് UGC നിശ്ചയിച്ചതാണ് 55% മാർക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിൽ കൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ PGക്ക് ജോയിൻ ചെയ്ത് ഒരാൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് PGക്ക് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ, ഒരു സെം എക്സാം പോലും അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ എക്സാം പോലും കഴിഞ്ഞിട്ടില്ലെങ്കിലും അവനക്ക് നെറ്റ് എക്സാം എഴുതാൻ പറ്റും. കാരണം നെറ്റ് ക്വാളിഫൈഡ് ആയി നെറ്റ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം 2 വർഷം വരെ സമയമാണ് അവർക്ക് കംപ്ലീറ്റ് ആക്കാൻ. അപ്പൊ അതിനുള്ളിൽ എപ്പോഴെങ്കിലും കംപ്ലീറ്റ് ആക്കിയാൽ തന്നെ അവന് നെറ്റ് വാലിഡ് ആയിരിക്കും. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ നെറ്റ് PG കംപ്ലീറ്റ് ആക്കേണ്ട ആവശ്യമില്ല എക്സാം എഴുതാൻ. പിന്നെ അടുത്തായിട്ട് എത്ര പേപ്പറുകൾ ഉണ്ടാവുന്നതാണ്. ഇതുവരെ UGC നടത്തുക, അതായത് പുതിയതായിട്ട് NTA കീഴിൽ നടന്ന എക്സാം, ആദ്യം അതായത് 2018 മുമ്പുള്ള എക്സാം എന്ന് പറയുന്നത് CBSE നടത്തിയ എക്സാം ആയിരുന്നു. അതുവരായിരുന്നു ആദ്യം നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത്. അതിനുശേഷം NTA സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിനു മുമ്പ്, അതായത് 2018 മുമ്പുള്ള എക്സാം വരെ 3 പേപ്പർ ആയിരുന്നു. പേപ്പർ 1, 2, 3 ഉണ്ട്. അതായത് നമ്മുടെ മെയിൻ സബ്ജക്ട് പേപ്പറിനെ തന്നെ 2 പേപ്പർ ആക്കിയിട്ട്, പേപ്പർ 2ഉം 3 ആയിട്ട് അങ്ങനെ 2ആയിട്ട് തരം തിരിച്ചിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. പക്ഷെ 2018 ശേഷം 2023 ഇപ്പൊ കഴിഞ്ഞ ഡിസംബർ എക്സാം വരെയുള്ള എക്സാമുകളൊക്കെ നടന്ന 2 പേപ്പറുകളാണ്. അതായത് സബ്ജക്ട് പേപ്പർ, അതുപോലെ തന്നെ ജനറൽ പേപ്പർ. ജനറൽ പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ പേപ്പർ 1 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനറൽ പേപ്പർ എന്നൊക്കെ പറയുന്നത്, അതായത് ഫസ്റ്റ് പേപ്പർ എന്നൊക്കെ പറയുന്നത് അതാണ് ജനറൽ പേപ്പർ. അത് എല്ലാവർക്കും UGC നെറ്റ് എക്സാം എഴുതുന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ട്, അറബി ആകട്ടെ, ഇംഗ്ലീഷ് ആകട്ടെ, കൊമേഴ്സ് ആകട്ടെ, എല്ലാവർക്കും ഒരൊറ്റ സിലബസ് ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ രണ്ടാമത്തെ പേപ്പർ 2 അല്ലെങ്കിൽ സബ്ജക്ട് പേപ്പർ എന്ന് പറയുന്നതാണ് ഓരോ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഓരോ ഏരിയക്കും വ്യത്യസ്തമാണ്. അറബിക്കാർക്ക് അറബിക്കിന്റെ പേപ്പർ, ഉറുദുക്കാർക്കാണ് ഉറുദുവിന്റെ പേപ്പർ, അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന പേപ്പർ 2 ആണ്. അതായത് സബ്ജക്ട് പേപ്പർ എന്ന് പറയുന്നത് പേപ്പർ സെക്കൻഡ് പേപ്പർ 2, അങ്ങനെ വ്യത്യസ്ത പേരുകൾ നമ്മൾ പ്രയോഗിക്കും. അപ്പൊ അതാണ് സംഭവം. അപ്പോ പേപ്പർ 1 50 ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. പേപ്പർ 1 50 ക്വസ്റ്റ്യനും പേപ്പർ 2 നമ്മുടെ സബ്ജക്ട് പേപ്പറിൽ 100 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ടോട്ടൽ 150 ക്വസ്റ്റ്യൻ ആയിരിക്കും നെറ്റ് എക്സാമിന് ഉണ്ടാകുക. മാത്രമല്ല എക്സാമിന്റെ നെഗറ്റീവ് മാർക്ക് ഇതുവരെ നെഗറ്റീവ് മാർക്ക് കൊടുത്തിട്ടില്ല. അതായത് നെഗറ്റീവ് മാർക്ക് ഇല്ല, പക്ഷെ ഒരു റൈറ്റ് ആൻസറിന് 2 മാർക്ക് വെച്ചിട്ട്. അപ്പൊ 150 ക്വസ്റ്റ്യൻ ശരിയാക്കിയ ഒരാൾക്ക് 300 മാർക്ക് കിട്ടും.
ഓക്കെ. അപ്പൊ 100 ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 200 മാർക്ക്. അതായത് ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ 2 മാർക്ക്. നെഗറ്റീവ് മാർക്ക് ഇതുവരെ നെറ്റ് എക്സാമിന് ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ. അടുത്തായിട്ട് എക്സാം എങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന വെച്ചാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നമ്മളെ PSC പരീക്ഷ പോലെ അല്ലെങ്കിൽ നമ്മുടെ സാധാ യൂണിവേഴ്സിറ്റികളിലെ കോളേജുകളിലൊക്കെ നടക്കുന്ന റിട്ടൺ ടെസ്റ്റ് അല്ല, മറിച്ച് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഒരുപാട് ആളുകൾക്ക് പരിചയം ഉണ്ടാവില്ല. ആദ്യമായിട്ട് നെറ്റ് എക്സാം നല്ല പഠിച്ചു പോയിട്ട് ആദ്യമായിട്ട് കമ്പ്യൂട്ടറിന് മുമ്പിലൊക്കെ എത്തിയിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ചെയ്ത കുറെ ആളുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും നെറ്റ് എക്സാമിന് ഉണ്ടാകാം. അത് തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോ അതൊക്കെ എക്സാമിന്റെ അവസാന സമയത്ത് പറയേണ്ട കാര്യങ്ങൾ, എന്നാലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക. അതായത് കമ്പ്യൂട്ടറിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് തോന്നുന്നതിനെ നമ്മൾ സെലക്ട് ചെയ്യുക. ആ രൂപത്തിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ നെറ്റ് എക്സാം ഒക്കെ പോകുന്നതിന് മുമ്പ് അതിനൊക്കെ ഒന്ന് പരിചയപ്പെടുന്നു. കുറെ ആളുകൾക്ക് നല്ല പഠിച്ച സിലബസ് ഒക്കെ ഉഷാറായി, പക്ഷെ കമ്പ്യൂട്ടർ എങ്ങനെ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് പോലും അറിയാത്ത കുറെ ആളുകൾ പരിചയത്തിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞത് ആ നിലത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാണ്ട് ചിലപ്പോൾ ചിലവർ പ്രാക്ടീസിന് വേണ്ടിയിട്ട് തന്നെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് എക്സാമിന് പോകുന്ന കുറെ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് സിമ്പിൾ കാര്യം തന്നെയാണ്. മൗസ് ക്ലിക്ക് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. എന്നാലും എന്താ പറയാ, ഇത് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണം, നല്ലതാണ്. അപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. പിന്നെ അടുത്തായിട്ട് ട്വൈസ് എ ഇയർ, ഒരു വർഷത്തിൽ 2 തവണ ഉണ്ടാവും. അതാണ് നെറ്റ് എക്സാമിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റും നെഗറ്റീവ് പോയിന്റും. 2 വർഷത്തിൽ, അതായത് ജൂണിലും അതുപോലെ തന്നെ ഡിസംബറിലും, ജൂൺ സൈക്കിള് ഡിസംബർ സൈക്കിള്, അങ്ങനെ 2 തവണ ആയിട്ട് നെറ്റ് എക്സാം ഉണ്ട്. അപ്പൊ ജൂണിൽ ഒരാൾ നല്ലോണം പ്രിപ്പയർ ചെയ്ത് പോയിട്ട് ജൂൺ എക്സാമിന് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ JRF ക്രാക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവനക്ക് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ, അടുത്ത 6 മാസം, അതായത് അടുത്ത ഡിസംബർ ആകുമ്പോഴത്തേന് അത് പരിഹരിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. ഇപ്പൊ വർഷത്തിൽ നമ്മൾ ബാക്കിയുള്ള UPSC ആണെങ്കിലും നീറ്റ് എക്സാം ആണെങ്കിലൊക്കെ വർഷത്തിൽ 1 തവണ ആണെങ്കിൽ നെറ്റ് എക്സാമിന്റെ സൗകര്യം എന്ന് പറയുന്നത് വർഷത്തിൽ 2 തവണ ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ സൈക്കോളജിക്കലായിട്ട് ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കുറെ ആളുകളുണ്ട്. അതായത് വർഷത്തിൽ 2 തവണ ഉണ്ടല്ലോ. അപ്പൊ ജൂൺ എക്സാമിന് പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് ജൂൺ എക്സാമിന് വിചാരിക്കും, എക്സാമിന്റെ ആപ്ലിക്കേഷനൊക്കെ സമയത്ത് വിചാരിക്കും ഇനിയിപ്പോ ജൂണിൽ എഴുതണ്ട, പഠിച്ച് ഫുൾ ആയിട്ടില്ല, നമുക്ക് ഡിസംബറിൽ എഴുതാന്ന് പറയും. അപ്പൊ ഡിസംബറിൽ എത്താന്ന സമയത്ത് ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് പഠനത്തെ കുറിച്ച് ഓർത്തിട്ട് പിന്നെ ഇന്നലെ അടുത്ത ജൂണിൽ എഴുതാറ്. കാരണം 6 മാസത്തിൽ ഇങ്ങനെ വരികയാണല്ലോ. അപ്പൊ അത് ചില ആളുകൾക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്ന ആളുകൾ, ചില നെഗറ്റീവ് എടുക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ 2 തവണ വരുന്നത് നമുക്കൊരു അവസരമായി കണ്ട്, ഇൻ കേസ് 1 തവണ നമുക്ക് ക്രാക്ക് ചെയ്യാം. ഒരു പ്രാവശ്യം പോലും എക്സാം മുടക്കരുത്. ഒരു പ്രാവശ്യം പോലും എക്സാം മിസ് ചെയ്യാതെ എല്ലാ എക്സാം എഴുതുക, പക്ഷെ സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് എഴുതുക. ഇൻ കേസ് ഒരു പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ അടുത്ത തവണ എന്തായാലും ക്രാക്ക് എന്ന നിലയ്ക്ക് CS ആയിട്ട് പഠിക്കുക. അപ്പൊ ആ നിലയ്ക്ക് വർഷത്തിൽ 2 തവണ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ഓക്കെ. പിന്നെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ 2018 എക്സാമിന് മുമ്പൊക്കെ ഉണ്ടായിരുന്ന സിസ്റ്റം എന്ന് പറയുന്നത് പേപ്പർ 1ൽ ഇത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ പേപ്പർ 2ന്റെ മാർക്ക് പരിഗണിക്കുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ക്വാളിഫിക്കേഷൻ നിങ്ങൾ പേപ്പർ 1ൽ ഒറ്റ മാർക്കില്ല, പേപ്പർ 2ൽ നിങ്ങൾ 100% മാർക്ക് എടുത്ത് എന്നിട്ട് JRFന്റെ കട്ട് ഓഫ് എത്തിയാൽ നിങ്ങൾക്ക് JRF കിട്ടും. ഇതുവരെയുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരുന്നില്ല. അതായത് പേപ്പർ 1ൽ ഇത്ര മാർക്ക് മിനിമം വേണം, അതുള്ള ആളുകൾക്ക് പേപ്പർ 2ലെ മാർക്ക് പരിഗണിക്കുള്ളൂ. അതൊക്കെയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. അതിലേക്കുള്ള ക്രൈറ്റീരിയ, ഓരോ പേപ്പറിൽ ഇത്ര മാർക്ക് നേടണം എന്നുള്ള ക്രൈറ്റീരിയ UGC ഒഴിവാക്കിയിട്ടുണ്ട്. മിനിമം ക്രൈറ്റീരിയ അങ്ങനൊന്നുമില്ല. ടോട്ടൽ 2 പേപ്പറും കൂടെ കൂട്ടിയിട്ട് നമുക്ക് JRFന് കട്ട് ഓഫ് ഉണ്ടോ, അതിൽ ഒരു പേപ്പറിൽ ഒറ്റ കുറവാണ്, മറ്റു പേപ്പറിൽ നല്ല കൂടുതലാണ്, അതൊന്നും വിഷയമല്ല. ഓക്കെ. അപ്പൊ അതാണ് ക്രൈറ്റീരിയ കുറിച്ച് പറയുള്ളത്. അതിന് അടുത്തായിട്ട് ഇതിലുള്ള മെച്ചം എന്താണ്, ബെനിഫിറ്റ്സ് എന്താണ്, UGC നെറ്റ് എക്സാം ക്രാക്ക് ചെയ്തുള്ള ബെനിഫിറ്റ്സ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 ലക്ഷ്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് ഇന്ത്യയിലെ ഏത് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കാനുള്ള യോഗ്യത, നെറ്റ് ക്രാക്ക് ചെയ്യുന്നതോടുകൂടെ യോഗ്യതയായി. നെറ്റിന്റെ കൂടെ തന്നെ ഒന്നുകൂടെ വലിയ മാർക്ക് എടുത്തിട്ട്, അതായത് നെറ്റ് എക്സാമിന് ഏകദേശം നെറ്റ് കിട്ടാൻ ഇപ്പൊ ഒരു 200 മാർക്കാണ് ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ 200 മാർക്കാണ് വേണ്ടത് നെറ്റിന്റെ കട്ട് ഓഫ് എന്നുണ്ടെങ്കിൽ ഒരു 210 216 മാർക്കായിരിക്കും JRFന് കട്ട് ഓഫ് ഉണ്ട്. അതായത് നെറ്റിനേക്കാൾ കുറച്ച് കൂടിയ മാർക്കായിരിക്കും JRF ഉണ്ടാകും. അപ്പൊ JRF കുറഞ്ഞ ആളുകൾക്ക് കിട്ടുള്ളൂ. നെറ്റിനെ സംബന്ധിച്ചിടത്തോളം നെറ്റിനെ അപേക്ഷിച്ച് ഒന്നുകൂടെ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ JRF കിട്ടുള്ളൂ. ഓക്കെ. അപ്പോ ഈ ഒരു സംഭവം, അതായത് JRF അല്ലെങ്കിൽ JRF കിട്ടുകയാണെന്ന് വെച്ചാൽ നെറ്റുമായി JRF, അത് മാത്രമല്ല നമ്മൾ 5 വർഷം ആയിട്ട് PhDക്ക് ജോയിൻ ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് 5 വർഷം മുടങ്ങാതെ JRF, അതായത് ഫെലോഷിപ്പ് ഉണ്ട്, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട്. അതിന്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ കാണിച്ചുതരാം. പക്ഷേ അതൊരു നമുക്കൊരു വലിയ മോട്ടിവേഷനാണ്. JRF കിട്ടുന്നുള്ളത് ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു മോട്ടിവേഷനാണ്. കാരണം
5 വർഷം നമുക്ക് വേറെ ഒറ്റ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ ജോലി ചെയ്യുന്നതിനേക്കാളൊക്കെ വലിയ ഒരു ശമ്പളം തന്നെ, അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് തന്നെ നമ്മളെ കയ്യിൽ കിട്ടും. ഓക്കെ. പിന്നെ അപ്പൊ ഇതാണ് രണ്ട് ബെനിഫിറ്റ്. ഒന്ന്, നമുക്ക് ഇന്ത്യയിലെ ഏത് കോളേജുകളിലും പഠിപ്പിക്കാനുള്ള യോഗ്യത. രണ്ടാമതായിട്ട് 5 വർഷത്തോളം നമ്മൾ JRF ക്വാളിഫൈ ചെയ്തതിന് ശേഷം 5 വർഷത്തോളം നമുക്ക് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫെലോഷിപ്പിന്റെ എമൗണ്ട് മാസം 37,000-ഓളം, അതിനേക്കാൾ പ്ലസ് 37+ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ രണ്ട് മെച്ചങ്ങളാണ് നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്താൽ, JRFോട് കൂടെ ക്വാളിഫൈ ചെയ്താലും മെച്ചം എന്ന് പറയുന്നത്. അടുത്തായിട്ട് സിലബസ് നമ്മൾ പറയുമ്പോൾ തന്നെ ഓരോ സബ്ജക്റ്റിനും സിലബസ് മാറും. നമ്മൾ അറബിക്കിന്റെ ഡിസ്കഷനിലേക്ക് വരും. അപ്പോൾ അറബിക്കിന്റെ സിലബസ്, അതുപോലെ തന്നെ പേപ്പർ 1 നമുക്ക് ഏതൊരാൾക്കും 2 പേപ്പർ ഉണ്ടാവും. പേപ്പർ 1, അതുപോലെ തന്നെ പേപ്പർ 2 സബ്ജക്ട് പേപ്പർ. അപ്പൊ നമുക്ക് അറബിക്കിനും പേപ്പർ 1-നുള്ള സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ സിലബസ് നമുക്ക് നോക്കാം. 10 യൂണിറ്റ്, ഓരോ പേപ്പറിന് 10 യൂണിറ്റ് ഉണ്ടാവും. അതായത് അറബിക്കിന്ന് 10 യൂണിറ്റ് ആണ്, പേപ്പർ 1-ന്ന് 10 യൂണിറ്റ് ആണ്. അപ്പൊ ഏതൊക്കെ യൂണിറ്റുകളാണ് വരുന്നത് നമുക്ക് നോക്കാം. പിന്നെ അതായത് കരിയർ അഡ്വാൻസ്മെന്റ്, അതായത് നമ്മളിത് ക്വാളിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കരിയറിൽ ഒരുപാട് മെച്ചങ്ങളാണ്. അതായത് നെറ്റ് ക്വാളിഫൈഡ് ആണ്, അല്ലെങ്കിൽ JRF ക്വാളിഫൈഡ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് അവസരങ്ങളാണ്. ഓക്കെ. അതായത് ഒരുപാട് റിസർച്ചുകൾ, PhDക്കും അതുപോലെ തന്നെ PhD ശേഷമുള്ള PDF, അങ്ങനത്തെ റിസർച്ച് ഏരിയയിലും ടീച്ചിങ് ഫീൽഡിലും നെറ്റ് ക്വാളിഫൈഡ് ചെയ്താൽ പിന്നെ ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത് അതായത് നമ്മൾ കേട്ടറ്റ്, അതുപോലെ തന്നെ അതിനുപോലെ വരുന്ന സെറ്റ്, അങ്ങനത്തെ 8ഓളം എക്സാമിന്റെ ബദലായിട്ട് അതിന്റെയൊക്കെ സ്ഥാനത്ത് വെക്കാൻ പറ്റുന്ന ഒരു ക്വാളിഫിക്കേഷൻ നെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരാൾക്ക് നെറ്റ് ക്വാളിഫൈഡ് ആണ്, പിന്നെ അയാൾക്ക് സെറ്റ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല, കേട്ടറ്റിന്റെ ഒരു ലെവൽ എക്സാം എഴുതേണ്ട ആവശ്യമില്ല. ഒക്കെ നെറ്റ് എല്ലാത്തിനും ഈക്വൽ ആയിട്ട് നിൽക്കും. അപ്പൊ നെറ്റ് എഴുതാനുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധി. ഒറ്റ എക്സാമിന് പഠിച്ചാൽ മതിയല്ലോ. ഇത് കേട്ടറ്റിന് പഠിക്കണം, പിന്നെ സെറ്റിന് പഠിക്കണം, പിന്നെ നെറ്റിന് പഠിക്കണം. അപ്പൊ ഏറ്റവും നല്ലത് പറഞ്ഞാൽ നെറ്റ് ക്വാളിഫൈഡ് ചെയ്താൽ പിന്നെ സെറ്റ്, കേട്ടറ്റ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, മൊത്തത്തിൽ പറഞ്ഞാൽ, നമ്മളെ ഓരോ വ്യക്തി സംബന്ധിച്ചിടത്തോളം ഒരു കരിയറിൽ ഒരു അക്കാഡമിക് ഫീൽഡിൽ വളരെ ഉന്നതികളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് UGC നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യണം. അപ്പോൾ പക്ഷെ നമ്മൾ വെബിനാറിൽ എത്തിച്ചേർന്ന എല്ലാവരും ഒരു അടുത്ത എക്സാമിന്, അതായത് 2024 ജൂൺ എക്സാമിന് എങ്ങനെയെങ്കിലും എന്ത് റിസ്ക് എടുത്തിട്ടും നെറ്റ് ക്വാളിഫൈ ചെയ്യണം. നെറ്റ് മാത്രമല്ല, JRFോട് കൂടെ ക്വാളിഫൈ ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രം വന്ന ആളുകളായിരിക്കും. അപ്പൊ ആദ്യം പറയാനുള്ളത്, നമ്മുടെ ഏറ്റവും വലുതായിട്ട് ചിന്തിക്കുക എന്നുള്ളത്, ഏറ്റവും ഹൈ ആയിട്ട് ചിന്തിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നെറ്റ് എന്നുള്ളത് അല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം JRF ആണ്. കാരണം നെറ്റ് ക്വാളിഫൈഡ് ആയി സംബന്ധിച്ചിടത്തോളം PhDക്ക് ജോയിൻ ചെയ്യും. ഇപ്പോഴത്തെ അവസരത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ വെറും നെറ്റ് മാത്രം, JRF ഇല്ലാതെ നെറ്റ് മാത്രം ക്വാളിഫൈഡ് ആണ് സംബന്ധിച്ചിടത്തോളം PhDക്ക് അഡ്മിഷൻ കിട്ടാൻ വലിയ പ്രയാസമാണ്. പിന്നെ PhD കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രൊഫസർ ആവാനും, ഒരു കോളേജിൽ പ്രൊഫസർ ആവാൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനൊക്കെ JRF ഉള്ള ആളും നെറ്റ് മാത്രമുള്ള ആളാണെങ്കിൽ JRF ഉള്ള ആൾക്കൊക്കെ നല്ല പ്രയോറിറ്റി കിട്ടും. അപ്പൊ ആ നിലക്ക് ചിന്തിക്കുമ്പോഴും, പിന്നെ 5 വർഷം PhD ചെയ്യുമ്പോൾ നമുക്ക് മാസം മാസം മുടങ്ങാതെ കൃത്യമായിട്ട് കിട്ടുന്ന ഫെലോഷിപ്പ്, ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടും JRF എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ പഠിക്കുന്നത്. വെറും നെറ്റ് എന്നുള്ള ലക്ഷ്യത്തിനായിരിക്കരുത്, മറിച്ച് JRF എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ എല്ലാവരും പഠിക്കുന്നത്. പക്ഷെ നമുക്ക് നേരെ ഇനി JRF എന്നുള്ള ഫെലോഷിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്നാല് അത് പറഞ്ഞ കുറെ ആളുകൾക്ക് ഒന്നുകൂടെ മോട്ടിവേഷൻ കിട്ടും എന്നുള്ള ലക്ഷ്യത്തിലാണ്. അതായത് JRF, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അതായത് ഇന്ത്യയിൽ തന്നെ റിസർച്ച് പ്രോഗ്രാമുകൾക്കൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് കീഴിലുള്ള UGC ഓഫർ ചെയ്യുന്ന ഒരു ഫെലോഷിപ്പാണ്, റിസർച്ച് ഫെലോഷിപ്പാണ് JRF എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സയൻസ് വിഷയങ്ങൾക്ക് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്ന CSIR നെറ്റ്, എന്തായാലും UGC, സയൻസ് അല്ലാത്ത വിഷയങ്ങൾക്ക് UGCയും, സയൻസ് വിഷയങ്ങൾക്ക് ഈ JRFന് എമൗണ്ട് കൊടുക്കുന്നത് CSIR, 2 ഏജൻസികളാണ്. അപ്പൊ JRF പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ഇൻഡിവിജ്വൽ പെർസ്യൂയിങ് റിസർച്ച് അറ്റ് ദ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് ഡോക്ടർ ലെവൽസ്. PhD ലെവലിൽ, അതുപോലെ തന്നെ MPhil ലെവലിലൊക്കെ റിസർച്ച് നടത്തുന്ന ആളുകൾക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്നുള്ള ലക്ഷ്യത്തിലാണ് JRF. അപ്പൊ JRFന്റെ എമൗണ്ട് നോക്കട്ടെ അടുത്തായിട്ട്. അതായത് ഏകദേശം ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ന്യൂസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, JRFന്റെ എമൗണ്ട് ഹൈക്ക് ചെയ്തു എന്ന് പറയുന്നത്. അതായത് ഇതുവരെ മാസം പെർ മന്ത് 31,000 ആയിരുന്നു ഉണ്ടായിരുന്ന JRF കിട്ടിയ ആളുകൾക്ക്. ഇപ്പൊ അത് 37,000 മാസത്തിൽ 37,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് മുടങ്ങാതെ കിട്ടും. 37,000 പ്ലസ് അലവൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോ നമുക്ക് HRA എന്ന് പറഞ്ഞ ഹൗസ് റെന്റ് അലവൻസ് കിട്ടും. അത് ഏകദേശം മാസം ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ 10,000, 9,000 പ്ലസ്, അത് ഏകദേശം 10,000ത്തിന്റെ അടുത്തുണ്ടാവും. അപ്പൊ മൊത്തം നമുക്ക് 47,000 രൂപ
ഇപ്പൊ നമ്മുടെ നാട്ടിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഏകദേശം 8,000-7,000 രൂപ ഫെലോഷിപ്പ് ഉണ്ട്. അപ്പൊ 45 to 48 അത്രയും വലിയൊരു എമൗണ്ട് തന്നെ നമുക്ക് മാസം പെർ മന്ത് JRF ക്വാളിഫൈ ചെയ്യുമ്പോൾ കിട്ടും. 5 വർഷത്തോളം കിട്ടണം. അപ്പൊ നമുക്ക് 5 വർഷം കൊണ്ട് നമ്മളിങ്ങനെ ഏകദേശം കണക്കൂട്ടുമ്പോൾ 30 ലക്ഷത്തിന്റെ കൂടുതൽ, 30 ലക്ഷത്തിൽ പ്ലസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ റിസർച്ച് ഏരിയയിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് JRF എന്ന് പറയുന്നത്. പിന്നെ JRF മാറി 2 വർഷം കഴിഞ്ഞാൽ നമ്മൾ 5 വർഷമായിരിക്കും ടോട്ടൽ PhD ഉണ്ടാവുക. ഇതിൽ 2 വർഷം കഴിഞ്ഞ് 3, 4, 5 വർഷങ്ങളിൽ നമ്മൾ സീനിയർ റിസർച്ച് ഫെലോ ആവും. അപ്പൊ നമ്മുടെ എമൗണ്ട് ഒന്നുകൂടെ കൂടും, SRF എന്നുള്ള എമൗണ്ടിലേക്ക് എത്തും. അപ്പൊ നമുക്ക് പെർ മന്ത് 42,000 പ്ലസ് അലവൻസ്. അലവൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ 10 to 11, 12 അങ്ങനെയൊക്കെ വരും. അപ്പൊ ഒരു 55,000 വരെ, 50 to 55,000 വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ എന്താണ് SRF. അതായത് JRF ഫസ്റ്റത്തെ 2 വർഷത്തിൽ നമ്മൾ JRF ആവും. പിന്നെ 3, 4, 5 PhD ചെയ്യുന്ന അവസാനം 3 വർഷം നമുക്ക് SRF എന്നുള്ള എമൗണ്ട് ആയിരിക്കും കിട്ടുക. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ റിസർച്ച് അസോസിയേറ്റ് എന്നൊക്കെ വേറെ സംഭവം. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഇവിടെ JRF-ഉം SRF-ഉം. ഓക്കെ, അപ്പോ ഈ ഒരു ലക്ഷ്യമായിരിക്കണം. അതായത് നമ്മൾ ഈ നെറ്റ് ക്വാളിഫയറിന്റെ പുറമെ തന്നെ JRF നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിനായിരിക്കണം നമ്മൾ ഓരോരുത്തരും ജോയിൻ ചെയ്യേണ്ടത്. അപ്പൊ ഇനി നമുക്ക് സിലബസ് ഒന്ന് പരിശോധിക്കാം. പേപ്പർ 1 ജസ്റ്റ് ഒന്ന് ഓടിച്ചു കൂട്ടാം. നമ്മൾ മെയിൻ ആയിട്ട് അറബിക്കിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ വെബിനാർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അറബിക്ക് എങ്ങനെയൊക്കെ പഠിക്കണം, അറബിക്കിന്റെ സിലബസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. എന്നാൽ പേപ്പർ 1 10 യൂണിറ്റുകൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. അത് എങ്ങനെ പഠിക്കണമെന്ന് വെച്ചാൽ ഒരുപാട് മെറ്റീരിയൽ, ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ക്രിസ്റ്റലിന്റെ കീഴിൽ തന്നെ പേപ്പർ 1 കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കോഴ്സുകൾ ചിലവർക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാവും. എല്ലാ ആളുകളും കോഴ്സിന് ചേർന്നിട്ടല്ല JRF നടന്നത്. കോഴ്സിന് ചേരാതെ സ്വന്തമായിട്ട് പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏത് നിലക്കും, അതായത് കോഴ്സിന് ചേർന്നിട്ട് കോഴ്സിന് ചേരാണ്ട് പല തലത്തിൽ പഠിക്കുന്ന ആളുകളുണ്ട്. എന്തായാലും നമ്മൾ 10 യൂണിറ്റിനെ കുറിച്ച് ആദ്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ യൂണിറ്റിനെ കുറിച്ചും ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ എന്താ പറയാ, പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രീവിയസ് ആയിട്ട് തന്നെ ഒരു എക്സാമിന് തന്നെ അറബിക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഉറുദുക്കാർക്ക് വേറെ ക്വസ്റ്റ്യൻ ആയിരിക്കും പേപ്പർ 1. അപ്പോൾ ഒരു സൈക്കിൾ, ഒരു 2023 ഡിസംബർ എക്സാമിന് തന്നെ 20-ലേറെ സെറ്റ് ക്വസ്റ്റ്യനുകൾ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഓരോ എക്സാമിനും ഒരു വർഷം തന്നെ 2 എക്സാം എടുക്കുന്നുണ്ട്. ഓരോ എക്സാമിന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പേപ്പർ 1 ഉണ്ടാവും. കാരണം അറബിക്കാർക്ക് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ കൊമേഴ്സിലേക്ക് ഉണ്ടാകുക. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള PYK ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യനുകൾ അവൈലബിൾ ആണ്. അതൊക്കെ തന്നെ സെറ്റ് ചെയ്ത് ആൻസർ കീ അടക്കം PDF-കളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നിർബന്ധമായിട്ടും നമ്മൾ പേപ്പർ 1 പഠിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് സിലബസിനെ കുറിച്ച്, എല്ലാ യൂണിറ്റിനെ കുറിച്ചും ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അത് ഇങ്ങനത്തെ കോഴ്സ് ഓൺലൈൻ കോച്ചിങ്ങിലൂടെയോ വേറെ എന്തെങ്കിലുമൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എല്ലാ യൂണിറ്റിലും ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അടുത്തായിട്ട് ചെയ്യേണ്ടത് PYQ പരമാവധി ചെയ്യാം. നിങ്ങൾ എക്സാമിന്റെ അത്ര വരെ ചെയ്ത് തീർത്താലും കഴിയാത്ത അത്രയും PYQ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ എക്സാം നമ്മളെ കൊണ്ട് എത്ര ക്വസ്റ്റ്യൻ മാക്സിമം മാർക്ക് ചെയ്യാൻ കഴിയോ, എത്ര ക്വസ്റ്റ്യന് പരിചയപ്പെടാൻ കഴിയോ, അത്രയും നമ്മളെ ചാൻസ് കൂടാണ്. അപ്പോൾ നമ്മൾ JRF വേണ്ടുന്ന ഏകദേശം ഏതാളെ സംബന്ധിച്ചിടത്തോളം കോച്ചിങ്ങിന് ചേർന്നാവട്ടെ ചേരാത്ത ആളുകളാകട്ടെ, അവരൊക്കെ പറയുന്നത് കൂടുതൽ PYQ ചെയ്യുന്നത്. അപ്പോൾ പേപ്പർ 2 അവൈലബിൾ ആയിരിക്കും, പേപ്പർ 1 PYQ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ PYQ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പേപ്പർ 1 കേസിൽ. പേപ്പർ 2 അതേപോലെ തന്നെ ഉണ്ട്, പക്ഷെ ഒന്നുകൂടെ പോസിബിൾ ആയിട്ടുള്ള പേപ്പർ 1 അപ്പോ ജനറൽ പേപ്പർ, അതായത് പേപ്പർ 1 എന്ന് പറയുന്നത് ഇതിന് കോമൺ പേപ്പർ, ജനറൽ പേപ്പർ, ഫസ്റ്റ് പേപ്പർ 1 എല്ലാം പറയും, എല്ലാം സെയിം തന്നെയാണ്. ഇതിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ടീച്ചിങ്, റിസർച്ച്, ഇതിനെ സഹായിക്കുന്ന കാര്യങ്ങൾ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ഇതിനെ സഹായിക്കുന്ന മാത്സ്, അതുപോലെ തന്നെ ICT, കമ്മ്യൂണിക്കേഷൻ, അങ്ങനത്തെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്, അതുപോലെ ജനറൽ നോളജ്, ഇങ്ങനത്തെ അതുപോലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട, ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട അങ്ങനത്തെ ടീച്ചിങ്ങിനെ റിസർച്ചിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം. കാരണം നമ്മൾ 2 കാര്യങ്ങൾക്കാണ് പോകുന്നത് അല്ലെ. നെറ്റ് നേടി നമ്മൾ ഒരു ടീം JRF അല്ലെങ്കിൽ PhD എന്ന് പറയുന്ന റിസർച്ച് ഫീൽഡിലേക്ക് പോകും, മറ്റൊരു ടീം എന്ന് പറയുന്നത് ടീച്ചിങ് ഫീൽഡിലേക്ക് പോകും. കോളേജിലും യൂണിവേഴ്സിറ്റികളും അധ്യാപകനായിട്ട് അങ്ങനെ ടീച്ചിങ് ഫീൽഡിലേക്ക് പോകും. എന്തായാലും ടീച്ചിങ്ങിനെയും റിസർച്ചിനെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ടൂളുകളും അല്ലെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും കവർ ചെയ്യുന്നതായിരിക്കും പേപ്പർ 1 സിലബസ്. ജസ്റ്റ് ഓരോ യൂണിറ്റിന്റെ പേര് ജസ്റ്റ് നോക്കാം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഫസ്റ്റ്. ടീച്ചിങ് എങ്ങനെ, ഏതൊക്കെ മെത്തേഡുകളിൽ ടീച്ചിങ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ലെവൽ ഓഫ് ടീച്ചിങ്ങുകളുണ്ട്, ടീച്ചിങ്ങിന് ഉപയോഗിക്കേണ്ട കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ, ഇങ്ങനത്തെ ഇവാലുവേഷൻ ടെക്നിക്സ് കാര്യങ്ങളൊക്കെയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. രണ്ടാമത്തെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഏതൊക്കെ ടൈപ്പ് റിസർച്ചുകൾ ഉണ്ട്, റിസർച്ചർക്ക് വേണ്ട സ്കില്ലുകൾ, എങ്ങനെ സയന്റിഫിക് അപ്രോച്ച്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ചെയ്യാം, അതുപോലെ തന്നെ റിസർച്ച് ചെയ്യുമ്പോൾ ഏതൊക്കെ ടൂളുകൾ, ICT ബേസ്ഡ് ടൂളുകൾ, ഈ കാര്യങ്ങളൊക്കെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ഡിസ്കസ് ചെയ്യാം.
അടുത്തായിട്ട് റീഡിംഗ് കോമ്പ്രഹൻഷൻ, അതായത് ഇത് അറബിക്കിലും ഇതിലും ഉണ്ടാവും ട്ടോ. അറബിക്കിലും ഫസ്റ്റ് പേപ്പറിലും റീഡിംഗ് കോമ്പ്രഹൻഷൻ, അതായത് ഒരു വലിയൊരു പാരഗ്രാഫ് വന്നിട്ട് അതിൽ നിന്ന് 5 ക്വസ്റ്റിന്, അത് 5 ക്വസ്റ്റിന് ചോദിക്കുക എന്നുള്ളത്. അത് ഇംഗ്ലീഷ് അറിയുന്നവരെ അത് പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. റീഡിംഗ് കോമ്പ്രഹൻഷൻ എന്നുള്ളത് ഒരു ബുക്ക് വായിച്ച് പഠിച്ച് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ നല്ല ഇമ്പോർട്ടന്റ് ആണ് റീഡിംഗ് കോമ്പ്രഹൻഷന്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. അപ്പോ അതില് എന്താ പറയുക, റീഡിംഗ് കോമ്പ്രഹൻഷൻ നല്ല ഇംഗ്ലീഷ് ഗ്രാമർ, അതുപോലെ ഇംഗ്ലീഷ് കോമ്പ്രഹൻഷൻ കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സിമ്പിൾ ആയിട്ട് 5 മാർക്ക് അല്ലെങ്കിൽ 5 ക്വസ്റ്റിന് റൈറ്റ് ആൻസർ കറക്റ്റ് ആക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് റീഡിംഗ് കോമ്പ്രഹൻഷൻ. അടുത്തായിട്ട് വരുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷന്റെ ഏതൊക്കെ ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ അതിൽ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഗ്രാമർ, വെക്കാബുലറി. അതായത് ഗ്രാമർ പഠിപ്പിക്കല്ല, ഗ്രാമർ ശ്രദ്ധിക്കണം. തന്നെ ഒരാൾ ഏതൊക്കെ ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, വലിയോലും ചെറിയോലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനത്തെ കമ്മ്യൂണിക്കേഷന് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. പിന്നെ അഞ്ചാമതായിട്ട് കുറെ ആളുകൾക്ക് ഇത് നെറ്റ് എക്സാം ഒക്കെ എഴുതി പരിചയമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുക ടഫായിട്ട് അല്ലെങ്കിൽ വലിയൊരു പ്രയാസമുള്ള ഒരു ഏരിയ മാത്സ് ആണ് അല്ലെ. നമ്മൾ 10ാം ക്ലാസ് ലെവൽ മാത്സ് മാത്രമേ നെറ്റ് എക്സാമിന് ഉള്ളൂ കേട്ടോ. നമ്മൾ UPSC ഒക്കെ പഠിക്കുന്ന പോലെ വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ ഒന്നും നെറ്റ് എക്സാമിന് കാണൂല. ഏറിപ്പോയ ഒരു ക്വസ്റ്റിന് 5 ക്വസ്റ്റിന് എന്തായാലും എല്ലാ യൂണിറ്റിനും ഉണ്ടാവും. അതുപോലെ തന്നെ മാത്സ് 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷെ ഏറ്റവും ടഫായിട്ട് ഒരു ക്വസ്റ്റിനൊക്കെ മാത്സിന് വരുള്ളൂ. ബാക്കി എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും. ചിലപ്പോൾ 5 ക്വസ്റ്റിനും സിമ്പിൾ ആയിരിക്കും. അപ്പൊ ആ നിലക്ക് മാത്സ് എന്നുള്ള ഒരിക്കലും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ 10ാം ക്ലാസ് ലെവലുള്ള മാത്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. Okay. പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. എന്തായാലും ഉത്തരം 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നല്ല. അപ്പൊ ഉത്തരത്തിന് അങ്ങോട്ട് പോവുക, ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക, ഇനി ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തില്ലെങ്കിൽ ഉത്തരത്തിന് അങ്ങോട്ട് പോകുക. അങ്ങനെ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. അത് മാത്സ് വലിയ സംഭവം, വലിയ റിസ്ക്കുള്ള കാര്യമൊന്നുമില്ല. പിന്നെ അടുത്തായിട്ട് ലോജിക്കൽ റീസണിങ്. കുറെ ആളുകൾക്ക് ഐഡിയ ഇല്ല, അത് സ്വന്തമായിട്ട് പഠിച്ചാൽ തീരാത്ത എന്താ മനസ്സിലാകാത്ത ഒരു ഏരിയയാണ് ലോജിക്കൽ റീസണിങ്. ഒരുപാട് വീഡിയോകൾ യൂട്യൂബിലും ഒരുപാട് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. അതായത് ലോജിക്കൽ റീസണിങ്ങിനെ കുറിച്ച് ഒരുപാട് ലോജിക്കുകൾ, അതായത് ഫാലസികള്, ലോജിക്കലായിട്ട് ഒരുപാട് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ലോജിക്സുകൾ, ഈ കാര്യങ്ങളൊക്കെയാണ് ലോജിക്കൽ റീസണിങ്ങിൽ വരുന്നത് കേട്ടോ. അടുത്തായിട്ട് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ മാത്സ് തന്നെയാണ്. മാത്സിന്റെ ഒന്നുകൂടെ എന്താ പറയാ, ഒന്നുകൂടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോം ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. കുറെ ആവറേജ് കാണാൻ, അതുപോലെ തന്നെ പെർസെന്റേജ് കാണാൻ, റേഷ്യോ കാണാൻ, അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള മാത്സ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. അത് ഒരു വലിയ ടേബിൾ എന്നിട്ട് അതിൽ നിന്ന് ഒരു 5 ക്വസ്റ്റിന്, ആ ടേബിൾ ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റിന് കണ്ടെത്തണം. അപ്പൊ കുറെ കൂട്ടാനും കുറക്കാനൊക്കെ ഉണ്ടാവും, കുറെ സമയം എടുക്കുന്നുള്ളൂ. പക്ഷെ എക്സാമിന് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സമയം കുറച്ച് പോകും. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് എക്സാമിന് മുമ്പ് തന്നെ ഒരുപാട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോയാൽ ആ സമയമൊക്കെ നമുക്ക് ലാഭിക്കാം. അപ്പൊ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും, അതായത് എല്ലാവർക്കും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, റീഡിംഗ് കോമ്പ്രഹൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. പിന്നെ അടുത്തായിട്ട് ICT, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ICT ബേസ് ചെയ്തിട്ട്, അതായത് കമ്പ്യൂട്ടറിന്റെ വ്യത്യസ്ത ജനറേഷനുകളെ, കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ, ഏതൊക്കെ സോഫ്റ്റ്വെയറുകൾ, ഹാർഡ്വെയർ, അതിന്റെ പർപ്പസുകളെ, പിന്നെ പുതിയ ICT ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട് ഇനീഷ്യേറ്റീവുകൾ ഉണ്ട്. ഓരോ IIT-കളും അതുപോലെ തന്നെ ഓരോ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ICT ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് നോളജ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. ആ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഒരു ഏരിയയാണ് ICT എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തായിട്ട് പീപ്പിൾ ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. പീപ്പിൾ ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അതായത് ലോകത്തെ, അതായത് ഭൂമിയെ മൊത്തത്തിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടുകൾ, ഒരുപാട് കോൺഫറൻസുകൾ, ഒരുപാട് സമ്മിറ്റുകളൊക്കെ ആണ്. റിയോ സമ്മിറ്റ്, അങ്ങനത്തെ ഒരുപാട് പാരീസ് ഉടമ്പടികൾ, അങ്ങനത്തെ ഒരുപാട് എന്താ പറയുക സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങൾ, എൻവയോൺമെന്റിന് അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് സമ്മിറ്റുകൾ, ഒരുപാട് കോൺഫറൻസുകൾ, ഒരുപാട് ബൈലോസുകൾ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒരു കുറച്ച് വിശാലമായ ഒരു യൂണിറ്റ് ആണ് പീപ്പിൾ ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഒരുപാട് ഗവൺമെന്റിന്റെ ആക്ടുകൾ, അതിന്റെ വർഷം, ഓരോ ഗവൺമെന്റ് ഓരോ ഇതിനും പരിഹാരമായിട്ട് കണ്ടെത്തിയ ഓരോ നിയമങ്ങള്, ഈ സംഭവങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് പീപ്പിൾ ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് അവസാനമായിട്ട് 10ാമത്തെ യൂണിറ്റ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. അതായത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പഴയ കാലത്തും പുതിയ കാലത്തും, അതായത് ആൻഷ്യന്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരുപാട്, അതായത് നമ്മുടെ ഗുരുകുല സിസ്റ്റം മുതൽ ഇപ്പോഴത്തെ കാലത്തുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളും എല്ലാം UGC അടക്കമുള്ള ഓരോ സംവിധാനത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ഏരിയയാണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഹയർ എഡ്യൂക്കേഷനിൽ ഒരു എക്സ്ട്രാ ആയിട്ട് വരുന്ന ഇന്ത്യൻ പൊളിറ്റിക്സ്, അതായത് ഇന്ത്യയിലെ പാർലമെന്റ്, ഇന്ത്യയിലെ വോട്ടെടുപ്പുകൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതൊക്കെ രാജ്യസഭ, ലോക്സഭ, രാഷ്ട്രപതി അവളെ യോഗ്യതകളെ, അവരെ കുറിച്ചുള്ള ബേസിക് ഐഡിയ കാര്യങ്ങൾ, അതായത് ഇന്ത്യൻ പൊളിറ്റിക്സും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതായത് നമുക്ക് പഠിച്ചാൽ എന്തായാലും നമ്മൾ ഒരു പുതിയ കാലത്ത് ഒരു ടീച്ചർ അല്ലെങ്കിൽ റിസർച്ചർ ഏതൊക്കെ ഐഡിയകൾ, ഏതൊക്കെ ഏരിയയിൽ എത്തിപ്പെടണം, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവണം എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്ന
എന്ന മൊത്തം ഏരിയകൾ കവർ ചെയ്യുന്ന ഒരു സംഭവമാണ് പേപ്പർ 1 അല്ലെങ്കിൽ ജനറൽ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം എല്ലാ യൂണിറ്റും കുറിച്ച് ഐഡിയ ഉണ്ടാകുന്ന വിചാരിക്കണം. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പേപ്പർ 1 സിലബസ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഒരാൾ ചോദിച്ചതാണ് സിലബസ് മാറ്റം ഉണ്ടാവുക എന്നുള്ളത്. സിലബസ് മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും സിലബസ് മാറ്റം ഉണ്ടാവും. പക്ഷെ നമ്മള് എന്തുകൊണ്ടാണ് അപ്പൊ സിലബസ് മാറും, എന്തിനാണ് ഈ വെബിനാർ പ്രസക്തി എന്ന് പറഞ്ഞാൽ വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ട്രെൻഡിന്റെ എപ്പോഴും സിലബസ് മാറുമ്പോൾ ഒന്നായിട്ട് മാറ്റി മൊത്തത്തിൽ സിലബസ് ഉടച്ചു വാർത്ത് പുതിയ ടൈപ്പ് ഓഫ് സിലബസ് അങ്ങനൊന്നും വരില്ല. ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും എന്നുള്ള രൂപത്തിലുള്ള എക്സാമുകളാണ് അല്ലെങ്കിൽ സിലബസ് മാറ്റങ്ങളാണ് എല്ലാ പ്രാവശ്യവും ഉണ്ടാവില്ല. അപ്പൊ ഇപ്രാവശ്യം ആ തരത്തിലുള്ള സിലബസ് മാറ്റം പ്രതീക്ഷിച്ചാൽ മതി. തീരെ എല്ലാവരും സിലബസ് മാറാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. സിലബസ് മാറട്ടെ എന്നിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാൻ ശ്രദ്ധിക്കുന്ന കുറെ ആളുകളുടെ വളരെ എന്താ പറയുക മണ്ടത്തരാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ ഉള്ള സിലബസ് അനുസരിച്ച് നമ്മൾ പഠിച്ചു പോവുക, എന്തായാലും വേസ്റ്റ് ആവൂല. അതിനേക്കാൾ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുക, വളരെ ചെറിയ ഭാഗങ്ങളൊക്കെ മാറ്റുക, അങ്ങനത്തെ ഒരു ചെറിയ സിലബസ് ചേഞ്ച് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും പഠിക്കാൻ തുടങ്ങിയ ആളുകൾ നിർബന്ധമായിട്ട് പഠിച്ചു പോയിക്കോളി, അത് എന്തായാലും നഷ്ടാവൂല. ഓക്കെ, നമ്മള് സിലബസ് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എക്സാമിന്റെ കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പൊക്കെ സിലബസ് മാറിയാല് നമ്മളാകെ പെട്ടുപോകും. അപ്പോൾ ഇപ്പൊ തന്നെ നിലവിലുള്ള സിലബസ് അനുസരിച്ച് പഠിച്ചു പോവുക. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ മെയിൻ ആയിട്ട് നമ്മൾ കോർ ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് അറബിക്കിനെ കുറിച്ചാണ്. അറബിക്കിന്റെ സിലബസ് എന്താണ്, സിലബസ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ പ്രധാനപ്പെട്ട കിതാബുകൾ നമ്മൾ റെഫർ ചെയ്യേണ്ടത്, പിന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനുകളാണ് ഉള്ളത്, പിന്നെ കഴിഞ്ഞ എക്സാമിന്റെ രീതി എങ്ങനെയായിരുന്നു, കട്ട് ഓഫ് എങ്ങനെ അറബിയിൽ JRF എങ്ങനെ എത്താനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാല്ലാ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഇതിലും നമ്മൾ 10 യൂണിറ്റുകൾ ഒന്ന് ഓടിച്ചു പോകും. അറബിക്കിൽ പറയുന്ന 10 യൂണിറ്റുകൾ, ഒന്നാമത്തെ ജാഹിലിയ കാലം മുതൽ ആധുനിക കാലം വരെയുള്ള സാഹിത്യത്തിന്റെ എല്ലാ ഏരിയകളും കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ 10 യൂണിറ്റ് വരുന്നത്. അപ്പൊ ആ 10 യൂണിറ്റുകൾ നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചു പോവാം. എന്നിട്ട് നമുക്ക് ഇൻഷാല്ല എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ നമുക്ക് സെൽഫ് മോട്ടിവേറ്റ് ആവാ, കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ അപ്പൊ ആദ്യമായിട്ട് യൂണിറ്റ് 1, അതായത് യൂണിറ്റ് 1 വരുന്നത് ജാഹിലിയ കാലം മുതൽ, ജാഹിലിയ കാലത്താണ് അറബി സാഹിത്യത്തിന്റെ ചരിത്രം തുടങ്ങുന്നത്. അതായത് നിബിധങ്ങൾ വരുന്നതിന് മുമ്പ്, നുബുവത്തിന് മുമ്പുള്ള ഏകദേശം 1.5 നൂറ്റാണ്ട് മുമ്പുള്ള കാലത്തിനാണ് ജാഹിലിയ കാലം എന്ന് പറയാം. ആ കാലത്ത് ഒരുപാട് സബൽ മുല്ലക്കുകളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സബൽ മുല്ലക്കിന്റെ ആളുകൾ, അതുപോലെ തന്നെ അബ്ബാസി കാലം വരെ, ജാഹിലിയ കാലം മുതൽ അബ്ബാസി കാലം വരെയുള്ള ഷെയറിനെ കുറിച്ചുള്ള ഫസ്റ്റ് യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജാഹിലിയ കാലത്തുള്ള ഷുവറാക്കള്, മുഅല്ലഖുകൾ, നമ്മള് PSC അതുപോലെ കേട്ടിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്നാൽ ഒരുപാട് ആളുകൾ, മുഅല്ലഖാണെങ്കിൽ 10 ആളുകളെ കുറിച്ച് പഠിക്കാനുണ്ടാവും. അതുപോലെ തന്നെ മുഖ്ലറമൂനായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നെറ്റ് എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കറക്റ്റ് മുഅല്ലഖാണെങ്കിൽ മുഅല്ലഖിലെ 4 ആളുകളെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. ഷുറാസ്വാലിക്ക് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നമുക്ക് സിലബസിൽ പറഞ്ഞ 3 ആളുകളെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. ഇത് നമ്മുടെ സിലബസിന്റെ സൗകര്യം. മറ്റുള്ള വിഷയങ്ങൾക്ക് ഇംഗ്ലീഷിനോ അല്ലെങ്കിൽ വേറെ ഫോറിൻ ലാംഗ്വേജിനോ ഒന്നും ഇല്ലാത്തൊരു സൗകര്യമാണ് നമുക്ക് അറബിക്കുള്ളത്. അതായത് ഏതൊക്കെ ഏരിയ ആണെന്ന് മാത്രമല്ല, ആ ഏരിയയിൽ ആരൊക്കെ കുറിച്ച് പഠിച്ചാൽ മതി എന്നുള്ളത് വരെ നമുക്ക് കറക്റ്റ് മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് വലിയൊരു സൗകര്യമാണ്. അപ്പൊ ആ ഏരിയയിലുള്ള ആളുകൾ ഏറ്റവും ഡീപ്പായിട്ട് പഠിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ ഇതിൽ അപ്പൊ ആദ്യമായിട്ട് വരുന്ന മുഅല്ലഖാത്ത്, അതിന്റെ ശായര്യങ്ങളെ കുറിച്ച് 4 ശായര്യങ്ങള്. അത് തന്നെ ഷുറാലിക്ക് 3 ആളുകള്, ഷുറാഉൽ മുഖ്ലറമൂന ജാഹിലിയ കാലത്തും ഇസ്ലാമിക കാലത്തും 2 കാലത്തും ജീവിച്ച ആളുകള് 4 ആളുകള്. അടുത്തായിട്ട് ഷുറാഉൽ ഉമവിയ്യ കാലത്തുള്ള പ്രധാനപ്പെട്ട 5 ശായരി. ഇവരല്ലാത്ത ഒരുപാട് ശായര്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് ഇവരെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. പിന്നെ അബ്ബാസിയ കാലത്തുള്ള 7 ശായര്യങ്ങള്. ഇതാണ് ഫസ്റ്റ് യൂണിറ്റ്. അപ്പൊ ജാഹിലിയ കാലം മുതൽ അബ്ബാസി കാലം വരെയുള്ള പ്രധാനപ്പെട്ട ശായര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഫസ്റ്റ് യൂണിറ്റിൽ കവർ ചെയ്യും. ഇനി രണ്ടാമത്തെ യൂണിറ്റ് വരുന്നത് ഇതേ കാലം തന്നെയാണ്, പക്ഷെ ഷെയർ അല്ല, നെസറാണ്, ഗദ്യാണ്. ആദ്യമുള്ളത് പദ്യമാണ്, ഇപ്പൊ ഗദ്യ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നത്. അപ്പൊ ഈ ഗദ്യ രൂപത്തിൽ വരുമ്പോൾ ഒരുപാട് ടൈപ്പുകളുണ്ട്. ജാഹിലിയ കാലത്ത് അത് കൂടുതലായിട്ട് ഖത്താബ് പ്രസംഗ രൂപത്തിലാണ്. അതുപോലെ തന്നെ ഇസ്ലാമിക കാലത്തേക്ക് വരുമ്പോഴും, അതായത് ഇസ്ലാമിക ഖിലാഫത്ത് കാലം, അതിനുശേഷമുള്ള ഉമവിയ കാലമൊക്കെ വരുമ്പോൾ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഈ പ്രസംഗം തന്നെയായിരുന്നു. അതായത് സൈനിക ആവശ്യത്തിന് വേണ്ടിയുള്ള പ്രസംഗങ്ങൾ, ഖത്താബ എന്ന് പറയുന്ന സംഭവമാണ് അതായത് ഈ ജാഹിലിയ കാലത്തും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ തുടക്കകാലത്തും ഉണ്ടായിരുന്നത്. പിന്നെ ഈ യൂണിറ്റിൽ വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഖുർആന്, ഹദീസ്, അതിന്റെ സാഹിത്യ എന്താ പറയുക ഇമ്പോർട്ടൻസുകൾ, സാഹിത്യ മേഖലയിൽ അതിന്റെ പ്രാധാന്യം, ഖുർആന്, ഹദീസ്, അതിന്റെ അവതരണം, ഹദീസ് ക്രോഡീകരണം, ഈ സംഭവങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളുള്ളൂ. അത് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് കവർ ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു അബ്ബാസിയ കാലം വരും, അല്ലെങ്കിൽ ഉമവിയ കാലത്തിന്റെ പക്ഷെ അവസാനം, അല്ലെങ്കിൽ അബ്ബാസിയ കാലത്തിന്റെ കാലം വരുമ്പോൾ പിന്നെ റസായിലിന്റെ കാലമാണ്. അതായത് കത്തുകൾ അങ്ങോട്ടും ഇടും. ഖത്തോബന്റെ പ്രാധാന്യം കുറഞ്ഞു, പിന്നെ കത്തുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പൊ റസായിലിന്റെ ഒരു 5 ആളുകളെ കുറിച്ച്, ജാഹിദ് പോലത്തെ ഒരു 5 ആളുകളെ കുറിച്ച് റസായിൽ എന്ന് പറയുന്ന പാട്ടിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ മക്കാമാത്ത്, അബ്ബാസിയ കാലത്തിന്റെ ഒരു റിവായന്റെ അല്ലെങ്കിൽ ഖിസ്സന്റെ മസ്രഹിന്റെ എല്ലാത്തിന്റെ ഒരു സങ്കരയിനാണ് മക്കാമാത്ത്
മഖാമാത്തുൽ ഹരീരി ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ മഖാമാത്തിന്റെ രണ്ടാണ്, ബദിഉസ്സമാൻ ഹമദാനി, ഹരീരി, രണ്ടാളുകളെ കുറിച്ച്. പിന്നെ അൽ ഖിസസ് വൽ ഹിക്കായാത്ത് എന്ന് പറഞ്ഞ പാട്ടിൽ രണ്ട് പുസ്തകങ്ങൾ, ഖലീല വദിംന, അൽഫ് ലൈലത്തും വലൈല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അറബ് സാഹിത്യത്തിൽ അബ്ബാസിയ കാലത്ത് ഉണ്ടായ രണ്ട് പ്രധാനപ്പെട്ട അറബ് കഥകളൊക്കെ പറയുന്ന ഒരു പുസ്തകം, രണ്ട് പുസ്തകങ്ങൾ, അതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അടുത്തായിട്ട് മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്നത് രണ്ട് പാർട്ടൊക്കെ തിരിക്കാൻ പറ്റും. ഒന്ന് മൈഗ്രൻ ലിറ്ററേച്ചർ, അതുപോലെ തന്നെ അന്തലുസിയൻ ലിറ്ററേച്ചർ. അതായത് അന്തലുസ്, സ്പെയിനില് ഇസ്ലാമിക ഖിലാഫത്ത് കുറെ കാലം ഉണ്ടായിരുന്നല്ലോ, 8 നൂറ്റാണ്ടോളം ഇസ്ലാമിന്റെ കീഴിലായിരുന്നു. അപ്പൊ ആ കാലത്ത് ഒരുപാട് സാഹിത്യകാരന്മാർ സ്പെയിനിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ സ്പെയിൻ ലിറ്ററേച്ചർ, അതുപോലെ തന്നെ അദബുൽ മഹ്ജർ എന്ന് പറയുമ്പോൾ ആധുനിക കാലത്ത്, അതായത് ഷാമിന്റെ, അതായത് സിറിയ, അതുപോലെ തന്നെ ലുബനാൻ, ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ അമേരിക്കയിലേക്ക്, നോർത്ത് അമേരിക്കയിലേക്കും സൗത്ത് അമേരിക്കയിലൊക്കെ കുടിയേറി പാർത്ത ഒരുപാട് സാഹിത്യകാരന്മാർ, ഖലീൽ ജിബ്രാനെ പോലത്തെ വളരെ പ്രസിദ്ധമായ സാഹിത്യകാരന്മാരുണ്ട്. അപ്പൊ അവര് എന്താ, ഹിജ്റ പോയി, മൈഗ്രൻസ് ആയിട്ട് അവിടെ ഒരുപാട് സാഹിത്യ കൃതികളൊക്കെ രചിച്ചു. അപ്പൊ അവരെ കുറിച്ച് പറയുന്ന ഭാഗമാണ് അദബുൽ മഹ്ജർ എന്ന് പറയുന്നത്. അപ്പൊ അദബുൽ മഹ്ജറിൽ ഏകദേശം 8 ആളുകളെ കുറിച്ചിട്ട്, ഖലീൽ ജിബ്രാൻ പോലത്തെ 8 ആളുകളെ കുറിച്ച് നമുക്ക് അദബുൽ മഹ്ജർ ഡിസ്കസ് ചെയ്യണം. അതേപോലെ തന്നെ യൂണിറ്റിന് മറ്റൊരു പാർട്ട് സ്പെയിൻ ലിറ്ററേച്ചർ ആണ്, അതായത് അദബുൽ അന്തലുസി എന്ന് പറയും. അപ്പൊ അദബുൽ അന്തലുസിയില് പ്രധാനപ്പെട്ട ഷായരിങ്ങൾ ഒരു പാർട്ടാണ്, പ്രധാനപ്പെട്ട നസറിന്റെ ആളുകൾ 4 ആളുകൾ നസറും, പിന്നെ 7 ആളുകൾ ഷീറിന്റെ ആളുകൾ, പിന്നെ മുവശഹാത്ത്, അസ്ജാൽ എന്ന് പറയുന്ന സ്പെയിൻ, എന്താ പറയുക, സ്പെയിൻ കാലത്ത്, അന്തലുസ് കാലത്ത് പ്രധാനപ്പെട്ട സാഹിത്യത്തിന്റെ കുറച്ച് ഇനങ്ങൾ. അങ്ങനെ സ്പെയിന്, അതുപോലെ തന്നെ എന്താ പറയുക, അദബുൽ മഹ്ജർ, ഈ 2 ഏരിയ ആയിട്ട് നമുക്ക് മൂന്നാമത്തെ യൂണിറ്റ് ഡിസ്കസ് ചെയ്യാം. അതായത് അടുത്തായിട്ട് നാലാമത്തെ യൂണിറ്റിൽ നഖ്ദുൽ അദബി വഅലാമുഹു, അതായത് അറബിക് സാഹിത്യത്തിന്റെ ക്രിട്ടിസൈസേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതായത് നഖ്ദ് എന്ന് പറയുന്ന സംഭവം, നഖ്ദ്, അതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ. അപ്പൊ ജാഹിലിയ കാലത്ത് തന്നെ ഈ നഖ്ദ് ഉണ്ടായിട്ടുണ്ട്. ജാഹിലിയ കാലത്ത്, ഇസ്ലാമിക കാലത്ത് ഒരു ജനറൽ സ്റ്റഡി നമുക്ക് പഠിച്ചാൽ മതി. പിന്നെ അബ്ബാസിയ കാലത്ത് നഖ്ദിന്റെ ഒരുപാട് കിതാബുകളൊക്കെ എഴുതിയ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഇബ്നു സലാം ജുമ്മനെ പോലെ, ഇബ്നു ഖുത്തൈബിനെ പോലെ. അബ്ബാസിയ കാലത്താണ് ഓരോ വ്യക്തികളെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ ജാഹിലിയ കാലത്തും ഇസ്ലാമിക കാലത്തുള്ള നഖ്ദ് ഏതൊക്കെ രൂപത്തിലായിരുന്നു എന്ന് മാത്രം പഠിച്ചാൽ, പിന്നെ അബ്ബാസിയ കാലത്ത് ഒരു 7 ആളുകളെ കുറിച്ചിട്ട്, ഇബ്നു സലാം ജുമ്മനെ പോലെ, അബ്ദുൽ ഖാഹിർ ജുർജാനെ പോലെ പ്രധാനപ്പെട്ട 7 ആളുകളെ കുറിച്ച് ഡീറ്റെയിൽ നമുക്ക് പഠിക്കണം. അബ്ബാസിയ കാലത്തെ നഖ്ദിന്റെ ആളുകൾ. ഈ ഏരിയ തന്നെ മറ്റൊരു പാർട്ടാണ് അസ്റുൽ ഹദീസിലെ നഖ്ദിന്റെ ആളുകൾ. ഇപ്പൊ നഖ്ദില് കിതാബ് എഴുതിയ ഒരു 8-9 ആളുകളെ കുറിച്ച് നമുക്ക് ഈ നാലാമത്തെ ഡിസ്കസ് ചെയ്യാനായിട്ട്. തോഹ ഹുസൈൻ അക്കാദ്, വളരെ ഇമ്പോർട്ടന്റ്. തോഹ ഹുസൈൻ അക്കാദ് ഒക്കെ എല്ലാ ക്വസ്റ്റിനും ചോദിക്കുന്ന ആളുകളാണ്. അപ്പൊ അവരൊക്കെ വരുന്നത് നാലാമത്തെ യൂണിറ്റിൽ നഖ്ദ് എന്ന് പറയുന്ന അസ്റുൽ ഹദീസിലെ നഖ്ദിനെ കുറിച്ചിട്ടാണ്. ആ ഏരിയയിലാണ് ഇവർ രണ്ടാളും വരുന്നത്. ഓക്കെ, ഇവരല്ലാത്ത വേറെ 7 ആളുകൾ കൂടെ ഉണ്ട്. അടുത്തായിട്ട് അഞ്ചാമത്തെ യൂണിറ്റിലാണ് ബലാഗ, അതുപോലെ ഇൽമുൽ അറൂദ്. ഇൽമുൽ ബലാഗ, ഇൽമുൽ അറൂദ് 2 പാർട്ടായിട്ട് വരുന്നത്. ഇൽമുൽ ബലാഗ എന്ന് പറയുമ്പോൾ ഇൽമുൽ മആനി, ഇൽമുൽ ബയാന്, അതുപോലെ തന്നെ ഇൽമുൽ ബദി, ഈ ഏരിയകൾ കൂടിയിട്ടാണ് ഇൽമുൽ ബലാഗ വരുന്നത്. അതിന്റെ ഓരോ കിനായത്ത്, ഇസ്തിയാറത്ത്, മജാസ്, ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇൽമുൽ അറൂദ് പറയുമ്പോൾ പദ്യം, നമ്മൾ കവിത എഴുതുമ്പോൾ ബഹറുകള്, വസ്ന്, ഖാഫിയ, ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട അതൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. അത് ആ ഇൽമുൽ അറൂദൊക്കെ മാക്സിമം ഒരു ക്വസ്റ്റ്യനൊക്കെ ഒരു എക്സാമിന് വരുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു പാർട്ടാണ് ഇൽമുൽ അറൂദ്. 4 പ്രധാനപ്പെട്ട ബഹറകളെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ കവിതന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഉണ്ടാകും, സോദർ, അജസ്, ഇങ്ങനത്തെ കവിതയുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസുകൾ ഇൽമുൽ അറൂദിൽ വരുന്നത്. അത്ര കൂടുതൽ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ എന്നാലും എക്സാമിന് ചോദിക്കാം. മാക്സിമം ഒരു ക്വസ്റ്റ്യനൊക്കെ ഒരു എക്സാമിന് ഉണ്ടാവുള്ളൂ. പിന്നെ ഈ 6ാമത്തെ യൂണിറ്റിൽ വരുന്നത് ഈ പ്രധാനപ്പെട്ട അറബിക് റഫറൻസ് കിതാബുകളെ കുറിച്ച്, അല്ലെങ്കിൽ അറബിക് സോഴ്സിനെ, അറബ് സാഹിത്യത്തെ കുറിച്ചും അറബ് ഭരണാധികാരികളെ കുറിച്ചുള്ള, എന്താ പറയുക, അറബിൻ ലോകത്തെ കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ അറിയുന്ന പ്രധാനപ്പെട്ട 17 കിതാബുകൾ ഉണ്ട്. ഓക്കെ, 17 കിതാബുകൾ. അതിൽ 3 കിതാബുകൾ അഹമ്മദ് അമീന്റെ ആധുനിക കാലത്ത് രചിക്കപ്പെട്ടതാണ്. ബാക്കിയുള്ളതൊക്കെ എന്താ പറയുക, കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെട്ട കിതാബുൽ അഗാനി, അൽ ബയാൻ വത്തബീന്, മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ അടക്കമുള്ള അങ്ങനത്തെ 17 കിതാബുകൾ നമുക്ക് ഈ യൂണിറ്റിൽ പറയാനുള്ളത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ 6ാമത്തെ യൂണിറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചോളൂ, എന്താ പറയാ, കിതാബുകൾ മാത്രം. കിതാബ് എത്ര വോള്യം ഉണ്ടായിരുന്നു, ഏത് വർഷമാണ് അത് പബ്ലിഷ് ചെയ്തത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്, അതിന്റെ മുഖദ്ദിമയിൽ എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ കിതാബിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ കിതാബിന്റെ ഓദറെ കുറിച്ചും പഠിക്കണം. ഉദാഹരണത്തിന് അബുൽ ഫർജുൽ ഇസ്ഫഹാനി എന്ന് പറയുമ്പോൾ സിലബസിന്റെ വേറെ ഭാഗത്ത് വിട്ടും പഠിക്കൂല. അപ്പൊ അദ്ദേഹത്തിന്റെ കിതാബുൽ അഗാനെ കുറിച്ച് പഠിക്കുമ്പോൾ അബുൽ ഫർജുൽ ഇസ്ഫഹാനെ കുറിച്ചും, അദ്ദേഹത്തിന് വേറെ ഏതൊക്കെ കിതാബുകളുണ്ട്, അദ്ദേഹം എവിടെ ജനിച്ച് എവിടെ വളർന്ന്, അദ്ദേഹത്തെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽ കാര്യങ്ങളും പഠിക്കണം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ 17 കിതാബുകളുണ്ട്. ഈ കിതാബുകൾക്കൊക്കെ എഴുതിയ ഇവരുടെ കിതാബിന്റെ മുഅല്ലിഫ് രണ്ട് കാര്യത്തെ കുറിച്ചും ഡീറ്റെയിൽ പഠിക്കണം. അപ്പൊ ഏകദേശം 34 കാര്യങ്ങൾ നമ്മൾ പഠിക്കാണ്ടാവും. പിന്നെ ഫജുൽ ഇസ്ലാം, ലുഹൽ ഇസ്ലാം, ലുഹുൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരാൾ എഴുതിയതാണ്. അല്ലാത്ത ബാക്കി 14 കിതാബുകളും അതിന്റെ ഓദറിനെ കുറിച്ച് നിർബന്ധമായിട്ടും ഡീറ്റെയിൽ പഠിക്കണം. ഓക്കെ, ഇതിൽ കൂടുതൽ ചില ആളുകളൊക്കെ, അതായത് എന്താ പറയാ, അബുൽ അലിയുൽ ഖാലിനെ പോലെ അല്ലെങ്കിൽ ജാഹിദിനെ പോലെ ആളുകളൊക്കെ ചില യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കൂടുതൽ ആളുകൾ നമുക്ക് മറ്റുള്ള യൂണിറ്റിലൊന്നും ഡിസ്കസ് ചെയ്യാത്ത ആളുകളാണ്. അപ്പൊ അവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്, അവർക്ക് മറ്റു കിതാബുകൾ, അവരുടെ സ്വഭാവം, അവർ ജനിച്ച വർഷം,
ജനിച്ച നാട്, ഈ കാര്യങ്ങളൊക്കെ നോക്കും. ഓക്കെ. അടുത്തായിട്ട് 7ാമത്തെ യൂണിറ്റ്, ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന അല്ലെങ്കിൽ 15 മുതൽ 16, 17 ക്വസ്റ്റ്യൻ വരെ വരുന്ന ഒരു യൂണിറ്റാണ് 7ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളതും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത്, എല്ലാ നിലയ്ക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു യൂണിറ്റ്, നമ്മൾ അറബിക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് 7ാമത്തെ യൂണിറ്റ് ആണ്. അസ്റുൽ ഹദീസ് ആണ്. ഓക്കെ. അസ്റുൽ ഹദീസിലെ പല പാർട്ടുകളും. ആദ്യത്തെ ഷെയറിൽ നമുക്ക് 14 ആളുകളെ കുറിച്ച് പഠിക്കാണ്ട്. അഹമ്മദ് ഷൗക്കി, ഹാഫിൽ ഇബ്രാഹിം പോലത്തെ 14 ആളുകൾ ഷീറിന്റെ പാർട്ടിൽ വരുന്നുണ്ട്. അടുത്ത പാട്ട് നെസർ ആകുമ്പോൾ മക്കാലായിട്ട് 2 ആളുകള്, അതിന് ഞങ്ങൾക്ക് വായിച്ചു പോകണം കേട്ടോ, കാരണം സിലബസ് നമ്മൾ ഡീറ്റെയിൽ പറയുന്ന ഇവിടെ എത്തൂലല്ലോ. മക്കാലയിൽ 2 ആളുകളെ, പിന്നെ എന്താ ഷോർട്ട് സ്റ്റോറി എഴുതുന്ന 6 ആളുകളെ കുറിച്ച്, പിന്നെ റിവായ എഴുതുന്ന ഒരു 12 ആളുകളെ കുറിച്ച്, ജോർജ് സൈദാനെ പോലെ, നജീബ് മഹ്ഫൂദിനെ പോലത്തെ 12 ആളുകൾ റിവായന്റെ പാട്ടിലുണ്ട്. പിന്നെ മസ്രഹിയ എന്ന് പറയുന്ന പാട്ടിൽ 5 ആളുകൾ, തൗഫീഖുൽ ഹക്കീം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ ആളുകളാണ്. തൗഫീഖിലൊക്കെ മസ്രഹിയ. അങ്ങനെ ഏകദേശം 10, 34 അല്ലെങ്കിൽ 40ന്റെ അടുത്ത ആളുകളെ കുറിച്ച് ഒരു 7ാമത്തെ യൂണിറ്റിൽ മാത്രം പഠിക്കാണ്ട്. അപ്പൊ ഇവരെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവർ ജനിച്ച നാട്, ഇവർ വളർന്ന സാഹചര്യം, ഏതൊക്കെ ജോലികൾ ഏറ്റെടുത്തിട്ടുണ്ട്, ഏതൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, ഏതൊക്കെ കിതാബുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്, പിന്നെ അവരുടെ കിതാബിന്റെ ഓരോ കിതാബിന് ചിലപ്പോൾ ഓരോ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓരോ കിതാബിനും ഓരോ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും, അതിന് റദ്ദായിട്ട് വേറെ ആരെങ്കിലും എഴുതുക, അല്ലെങ്കിൽ ആ കിതാബ് നിരോധിക്കുക, അങ്ങനത്തെ ഒരുപാട് കിതാബിന് പ്രാധാന്യമുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ കിതാബുകളും അതല്ലാത്ത കിതാബുകളും, പിന്നെ ചിലപ്പോൾ ഒരാൾക്ക് തന്നെ ഷെയറും ഉണ്ടാവും, ചിലപ്പോൾ റിവായി ഉണ്ടാവും, അയാൾക്ക് തന്നെ മസ്രഹി ഉണ്ടാവും. അപ്പൊ ഓരോ കിതാബുകളുടെ പേര് മാത്രം പഠിച്ചാൽ പറയും ഇത് എന്താണ്, ഇത് റിവായയാണോ, മക്കാലയാണോ, മസ്രഹിയാണോ, അതുകൂടെ ഒക്കെ വേർതിരിച്ച് തന്നെ പഠിക്കണം. അടുത്തായിട്ട് 8ാമത്തെ ഉണ്ട്, കേവലം വളരെ ചെറിയ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ എക്സാമിന്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിരുന്നല്ലോ, അതിന് മുമ്പത്തെ ജൂൺ എക്സാമിന് എല്ലാ പ്രാവശ്യം 2-3 ക്വസ്റ്റ്യൻ ഒക്കെ ഈ ഭാഗത്ത് ചോദിക്കാറുള്ളൂ. പക്ഷെ കഴിഞ്ഞ എക്സാമിന് ഒരു 6-7 ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചൊരു യൂണിറ്റാണ് 8ാമത്തെ. ചെറിയ യൂണിറ്റ് ആണ്. കുറച്ച് സാഹിത്യത്തിലുള്ള ട്രെൻഡുകൾ, ഇത്തിജാഹാത്തുകൾ, കുറച്ച് മൂവ്മെന്റ്സുകളെ കുറിച്ചിട്ട് പറയാനുള്ളത്. ക്ലാസിക്കിയ, റൊമാൻസിയ, വാഖഇയ, റംസിയ, അതുപോലെ തന്നെ കുറച്ച് മദ്രസകൾ, അതായത് സാഹിത്യകാരന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് സ്പെയിനിലും അതല്ലെങ്കിൽ അമേരിക്കയിലും അതുപോലെ തന്നെ മിസ്റിലൊക്കെ ഉള്ള സാഹിത്യകാരന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് കുറെ സാഹിത്യ സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മദ്രസത്ത് ദീവാന്, ജമാഅത്ത് അപ്പോൾ, അങ്ങനത്തെ സംഘടനകളെ കുറിച്ച്, അതിലാരൊക്കെ അംഗങ്ങളായിരുന്നു, അവരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ, അല്ലെങ്കിൽ അവരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങള്, ഈ കാര്യങ്ങളൊക്കെ എന്താ പറയാ ഈ ഒരു ഏരിയയിൽ പഠിക്കാനുള്ളത്. പിന്നെ അടുത്തായിട്ട് 9ാമത്തെ യൂണിറ്റിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ വളരെ ഇമ്പോർട്ടന്റ്. അതായത് ഏകദേശം 9 ക്വസ്റ്റിന് 10 ക്വസ്റ്റിനൊക്കെ ഈ ഭാഗത്ത് മാത്രമേ കേട്ടോ. ഈ ഭാഗത്ത് നമുക്ക് 3 പാർട്ടാക്കി തിരിക്കും 9ാമത്തെ യൂണിറ്റിന്. ഒന്ന് നെസറിന്റെ ആളുകൾ, ഗദ്യത്തിലുള്ള രൂപത്തിലുള്ള കിതാബുകൾ എഴുതുന്ന നെസറിന്റെ ആളുകളായിട്ട് നമുക്ക് ഷാവലിയുല്ലാഹി ദഹ്ലവിയെ പോലെ, അതുപോലെ തന്നെ അബുൽ ഹസൻ അലി നദീവി ഒക്കെ ഫേമസ് ആയ ആളുകളാണല്ലോ, അവരൊക്കെ നെസറിന്റെ ഭാഗത്ത് വരുന്നത്. അതേപോലെ തന്നെ ഷെയറിന്റെ ഒരു 6 ആളുകളുണ്ട്, ഫൈദുൽ ഹക്കുൽ ഖൈർ അൽ-അബാദി, അൻവർ ഷാ കശ്മീരിനെ പോലത്തെ, ഉമർ ഖാദിൽ ബലങ്കൂത്തി, നമ്മളെ കേരളക്കാരനായ 2 ആളുകളെ കുറിച്ച് നമുക്ക് ഈ ഭാഗത്ത് പറയുന്നത്, അബ്ദുൽ ഖാദിർ ഫൽഫരി, ഉമർ ഖാലി വെളിയങ്കോടുള്ള ഉമർ ഖാലി റഹിമുള്ള, ഇവരെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ഷീറിൽ വരുന്നത്. അപ്പൊ ഇവരെ കിതാബുകള്, ഇവരെ ഷീറുകള്, ദീവാനുകള്, ഇവര് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഉമർ ഖാദിനെ കുറിച്ചൊക്കെ എന്താ പറയാ, ലാജിബായത്തിൽ അറിയില്ല, അതായത് അള്ളാഹുവിന്റെ ഭൂമിക്ക് നികുതി കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ ജീവചരിത്രമൊക്കെ നമ്മൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കണം. അതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ വരുന്നത് പ്രധാനപ്പെട്ട കിതാബുകൾ, ഇന്ത്യൻ മുഅല്ലഫാത്തുകൾ, ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ, ഷാവലിയുല്ലാഹി ദഹ്ലവി, അതുപോലെ തന്നെ താജുൽ അറൂസ്, സുബഹത്തുൽ മർജാനി. അപ്പൊ ഇതിലെ കുറെ ആളുകളെ നമുക്ക് ഓൾറെഡി പഠിച്ചതേ. കാരണം ചില ആളുകൾ ഇപ്പൊ ബൽഗറാമിനെ പോലെ, അല്ലെങ്കിൽ എന്താ പറയാ സൈനുദ്ദീൻ അൽ മലീബാരി, തുഹ്ഫത്തുൽ മുജാഹിദീൻ. അപ്പൊ കിതാബുകൾ ചിലപ്പോൾ കിതാബിന്റെ ഓർഡർ നമ്മൾ സിലബസിൽ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവർ ഈ ഭാഗത്ത് നടക്കുന്നവരും പഠിക്കണം. അപ്പൊ കിതാബുകൾ പഠിക്കുമ്പോൾ തന്നെ കിതാബ് എത്ര ജുസ് ഉണ്ട്, എത്ര ഖിസ്മുണ്ട്, ഓരോ ഖിസ്മിൽ എന്തൊക്കെ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, ആ കിതാബിന്റെ എന്താ പറയാ വിഷയം എന്താണ്, ഇനി അത് എഴുതിയ ആളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇങ്ങനത്തെ എന്താ പറയുക, നമ്മൾ 6ാമത്തെ യൂണിറ്റ് ഡിസ്കസ് ചെയ്ത് പറഞ്ഞല്ലോ, ഓരോ കിതാബുകളും അതേപോലെ തന്നെ അതിന്റെ ഓദറിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഒരു 10ഓളം കിതാബുകളുണ്ട്. ആ കിതാബുകളും അതിന്റെ ഓതേഴ്സിനെ കുറിച്ചും പഠിക്കണം. പിന്നെ 10ാമത് ലാസ്റ്റ് യൂണിറ്റ് വരുന്നത് അതൊരു പ്രത്യേക റെഫറൻസ് ഒരു ഏരിയ ഒന്നും ഇല്ല. അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്, അറബി ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ടു അറബി ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ തത്ബീഖാത്തുൽ ലുഗവിയ്യ, ഇത് ഒരുപാട് കിനായത്തുകൾ അല്ലെങ്കിൽ ഒരുപാട് മസലകള്, അതുപോലെ തന്നെ തത്ബീഖാത്തുൻ നഹ്വിയ്യ, കുറെ നഹ്വിയായ ക്വസ്റ്റ്യനുകളൊക്കെ വരും കേട്ടോ. അതായത് ഇറാബ് തെറ്റിച്ചിട്ട് മുൻസരിഫായിട്ട് ഫുറൂഇയ ഇറാബുകൾ, അങ്ങനത്തെ ഇറാബുമായി ബന്ധപ്പെട്ട ചർച്ചകള് അല്ലെങ്കിൽ ക്വസ്റ്റ്യനുകള്, പിന്നെ പിന്നെ അറബ് വേൾഡിനെ കുറിച്ചുള്ള ഒരു ജനറൽ നോളജ് നിർബന്ധമായിട്ട് പഠിക്കണം.
ലോകത്തെ ഏകദേശം 20 അറബ് രാജ്യങ്ങളുണ്ട്. അപ്പൊ ഏഷ്യയിലുള്ള രാജ്യങ്ങൾ, ആഫ്രിക്കയിലെ രാജ്യങ്ങൾ വേർതിരിച്ച് പഠിക്കണം. ഓരോ രാജ്യവും ഏഷ്യന്റെയും ആഫ്രിക്കന്റെയും ഏത് ജിയോഗ്രഫിക്കൽ ഏരിയയിലാണ് നിൽക്കുന്നത്, അവിടുത്തെ അവിടുത്തെ ഭരണാധികാരി ആരാണ്, അവിടെ ഉപയോഗിക്കുന്ന കറൻസി എന്താണ്, അവിടുത്തെ ഔദ്യോഗിക ഭാഷ എന്താണ്, അങ്ങനത്തെ ഓരോ അറബ് രാജ്യവുമായി ബന്ധപ്പെട്ട ജനറൽ നോളജും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അറബ് ഓർഗനൈസേഷൻ ഉണ്ടാവും. ഇപ്പൊ GCC പോലെ, ഒപ്പക് പോലുള്ള അറബ് രാജ്യങ്ങളുടെ സംഘടന, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അവസാന പാർട്ടിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് 10 യൂണിറ്റിൽ പറയാനുള്ളത്. ഇനി നമുക്ക് അപ്പൊ 10 യൂണിറ്റിന് സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എവിടെ നോക്കി പഠിക്കണം, എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് NTA ഒക്കെ എവിടുന്ന ക്വസ്റ്റ്യൻ എടുക്കുക, ആ ഭാഗം നമ്മളിപ്പോ പഠിച്ചു പോയതും NTA ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് വേറെ ഏരിയ നിന്നാണെങ്കിൽ നമുക്ക് നഷ്ടമാണ്. ഇപ്പൊ NTA ഇതിനൊക്കെ റെഫറൻസ് ആയിട്ട് ഇവർ ഏത് കിതാബ് എടുക്കുന്നത്, ഏത് കിതാബ് എന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട 6 ഉമ്മഹാത്തുൽ കുത്തുബ പറയാനുള്ളത്. ഹസൻ സിയാത്തിന്റെ താരിഖുൽ അദബുൽ അറബി, ഉമർ ഫറൂഖിന്റെ താരിഖുൽ അദബുൽ അറബി, ഹന്ന ഫാഖുവിന്റെ താരിഖുൽ അദബുൽ അറബി, അതുപോലെ തന്നെ ഷൗഖി ലൈഫിന്റെ താരിഖുൽ അദബുൽ അറബി, ജുർജി സൈദാന്റെ താരിഖു ആദാബുൽ ലുഗത്തിൽ അറബിയ, അതുപോലെ തന്നെ അഹമ്മദ് അൽ ഹാഷിമി എന്ന് പറയുന്ന ഒരാളുടെ ജവാഹിറുൽ അദബ്. ഈ അവസാനം പറഞ്ഞ 6ാമത്തെ കിതാബ് ജവാഹിറുൽ അദബ് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, കൂടുതൽ ആളുകളൊന്നും റെഫർ ചെയ്യുന്ന കിതാബല്ല. പക്ഷെ ആദ്യത്തെ 5 ഹസൻ സിയാത്ത്, ഉമർ ഫറൂഖ്, ഹന്ന ഫാഖുരി, ഷൗഖി ലൈഫ്, ജുർജി സൈദാൻ, ഈ 5 കിതാബുകളും നിർബന്ധമായിട്ട് നമ്മൾ നോക്കണം. അപ്പോ നമ്മള് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, അതുപോലെ തന്നെ ഓരോ ടീം, ഓരോ ക്ലാസ് എടുക്കുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഓരോ നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരൊക്കെ പോയിന്റ്സ് കണ്ടെത്തുന്നത് ഈ കിതാബുകളിൽ നിന്നാണ്. അപ്പൊ നമ്മളൊരു JRF പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ നോട്ടുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോയാൽ ഒരിക്കലും നമുക്ക് JRF എത്താൻ പറ്റില്ല. കാരണം ഈ NTA ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് ഈ നോട്ട് നോക്കിയിട്ടല്ലല്ലോ, മറിച്ച് അവർ ഈ കിതാബുകൾ നോക്കിയിട്ടാണ്. അപ്പൊ ഈ നോട്ട് ഉണ്ടാക്കുന്ന ആളുകളൊക്കെ കിതാബിൽ നിന്ന് അവർക്ക് ഇമ്പോർട്ടന്റ് ആയ പോയിന്റുകൾ മാത്രം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അവർ ഈ നോട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ അവര് ഇമ്പോർട്ടന്റ് അല്ലാതെ കണ്ട കുറെ കാര്യങ്ങൾ ചിലപ്പോൾ NTA ഇമ്പോർട്ടന്റ് ആയി കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബേസിക് ആയിട്ട് നമ്മൾ പലതവണ പ്രിപ്പറേഷൻ, പല ലെവല് പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന ആളുകൾ ആദ്യം തന്നെ ഈ കിതാബുകളൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറെ ഷോർട്ടാക്കി എഴുതിയ ഒരുപാട് മെറ്റീരിയലുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ ആ നിലക്ക് പ്രിപ്പയർ ചെയ്യണം. അതായത് ഫസ്റ്റ് തുടങ്ങി ആദ്യമായിട്ട് സിലബസിലേക്ക് പരിചയപ്പെടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം സിലബസിനെ മൊത്തം ഒന്ന് കവർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ യൂണിറ്റിനും ഷോർട്ടാക്കി ഉണ്ടാക്കി ഒരുപാട് നോട്ടുകളുണ്ട്, ഒരുപാട് PDF ഉണ്ടാവും. അത് പ്രിന്റ് എടുത്ത് അത് പഠിക്കുക. എന്നിട്ട് അടുത്ത ലെവല്, 2ാമത്തെ ലെവല്, 3ാമത്തെ ലെവല് റിവിഷൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ എല്ലാ മെറ്റീരിയലും, എല്ലാ PDF നോക്കി കഴിഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ കിതാബിലേക്ക് നേരിട്ട് അടക്കേണ്ടത്. അപ്പൊ ഹസൻ സിയാത്തും ഉമർ ഫറൂഖ് എല്ലാത്തിനും PDF അവൈലബിൾ ആണ്. ഗൂഗിളിൽ അടിച്ചാൽ അല്ലെങ്കിൽ ഓരോ വാട്സപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കിതാബുകൾ പരമാവധി പ്രിന്റ് എടുക്കാൻ പറ്റുന്നവർക്ക് പ്രിന്റ് എടുത്ത്, ഹസൻ സിയാത്ത് നിർബന്ധമായിട്ടും പ്രിന്റ് എടുക്കണം. അതുപോലെ തന്നെ ഹന്ന ഫാഖുരിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഹന്ന ഫാഖുരി പഴയ കാലത്തെ എന്താ പറയാ അദബുൽ ഖദീമും ഉണ്ട്, അദബുൽ ഹദീസും ഉണ്ട്. അപ്പൊ ആധുനിക കാലത്ത് സാഹിത്യകാരന്മാരൊക്കെ കൂടുതൽ വരുന്നത് ഹന്ന ഫാഖുരിയിൽ മാത്രം കേട്ടോ. ഷൗക്കിലും ഉമർ ഫറൂഖിലൊന്നും അത്ര കാണൂല, ജുർജിയിലൊന്നും കാണൂല. അപ്പൊ ഹന്ന ഫാഖുരി ഹദീസ് എന്ന് പറയുന്ന ഒരു PDF ഉണ്ട്, അത് പ്രിന്റ് എടുത്താൽ അദബുൽ മഹ്ജറിലെ ഏകദേശം ആളുകൾ, അതുപോലെ തന്നെ അസുൽ ഹദീസിലെ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചൊക്കെ ഹന്ന ഫാഖുരി ഹദീസിലുണ്ടാവും. ഹസൻ സിയാത്ത്, ഉമർ ഫറൂഖ് എന്നൊക്കെ പറയുന്നത് പഴയ കാലത്ത്, അബ്ബാസിയ കാലത്തും ജാഹിലിയ കാലത്തും ഉമവിയ കാലത്തൊക്കെ ഉള്ള കുറെ ആളുകളുണ്ടല്ലോ നമ്മുടെ സിലബസിൽ, അവരെ കുറിച്ച് ഡീറ്റെയിൽ ആയി കിട്ടാനുള്ളതാണ് ഹസൻ സിയാത്ത്, ഉമർ ഫറൂഖ്, ഷോക്കി ലൈഫ് ഒക്കെ നോക്കുന്നത്. പിന്നെ ഹന്ന ഫാഖുരി ഖദീം എന്ന് പറയുന്ന കിതാബ്. ഹന്ന ഫാഖുരി 2 ഹദീസ്, ഖദീം. ഹദീസില് നമ്മളെ മോഡൽ ലിറ്ററേച്ചറിലുള്ള ആളുകളാണ്, മറ്റേത് ഖദീമിലായിരിക്കും പഴയ ആളുകളെ കിട്ടുക. അപ്പൊ ഈ 5 കിതാബുകള്, 6ാമത്തെ ജവാഹിറുൽ അദബ് നമുക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടാൽ ഈ 5 നോക്കി കഴിഞ്ഞതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ മാത്രം 6ാമത്തേക്ക് പോയാൽ മതി. പിന്നെ ഈ കിതാബിന്റെ തന്നെ ഒരു ഓർഡർ പറയുകയാണെങ്കിൽ നമ്മൾ ഹസൻ സിയാത്ത് നിർബന്ധമായിട്ട് നോക്കണം. പിന്നെ അതേപോലെ തന്നെ ഹന്ന ഫാഖുരി നിർബന്ധമായിട്ട് നോക്കണം. ഈ 2 കിതാബ് നിർബന്ധമാക്കി നോക്കും. ഇത് 2 നോക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ഉമർ ഫറൂഖ്, ഷൗഖി, ജുർജി സൈദാനൊക്കെ പോയാൽ മതി. പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട, നിങ്ങളുടെ കയ്യിലൊക്കെ പെന്ന് പേപ്പറൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നത്, നമ്മൾ 6ാമത്തെ യൂണിറ്റ് നോക്കുമ്പോൾ ഇത് പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ നോക്കുമ്പോൾ അതിന് കൂടുതൽ കിട്ടേണ്ടത് ജുർജി സൈദാൻ എല്ലാവരും കുറിച്ച് കുറച്ച് പോയിന്റുകൾ ഒക്കെ ഷോർട്ടാക്കി കൊടുക്കുന്ന ഒരാളാണ് ജുർജി സൈദാൻ എന്ന് പറയുന്നത്. എല്ലാവരും കുറിച്ച് പറയും, പക്ഷെ എല്ലാവരെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുന്ന ആളാണ് ജുർജി സൈദാൻ. അപ്പോൾ 6ാമത്തെ യൂണിറ്റ് ഒക്കെ നോക്കുമ്പോൾ അബ്ബാസിയ കാലത്ത് പ്രധാനപ്പെട്ട ആളുകളൊക്കെ നോക്കും, അത് നഖദിന്റെ ഭാഗമൊക്കെ നോക്കും, നമ്മൾ ജുർജി നോക്കുന്നതാണ് കേട്ടോ. ജുർജി എന്നാണ് പ്രധാനമായിട്ട് ക്വസ്റ്റ്യനുകളൊക്കെ വരുന്നത്. അപ്പോ ഇതാണ് ഉമ്മഹാത്തുൽ കുത്തുബ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ബേസിക് ആയിട്ട് തുടങ്ങുന്ന ആളുകൾ, വലിയ ഐഡിയ ഇല്ലാത്ത ആളുകൾ ഉമ്മഹാത്തുൽ കുത്തുബിലേക്ക് നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. അവര് ഇവിടെ നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിക്കുന്ന കുറെ PDF എന്താ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതാ പഠിക്കേണ്ടത്. അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് സിലബസിനെ കുറിച്ച് ഏകദേശം എല്ലാവരെ കുറിച്ചും ഒരു ബേസിക് ഐഡിയകൾ കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ കിതാബുകൾ നേരിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ ആ കിതാബിലും പറയുന്നത് നമ്മൾ പഠിച്ച പോയിന്റുകൾ നീക്കാനും ഇതിന്റെ പുറമെ കുറെ എക്സ്ട്രാ കുറെ കാര്യങ്ങൾ ഉണ്ടാവും.
അപ്പോ നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യനുകളൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ഉമ്മഹാത്തുൽ കുത്തുബിന്ന് നേരെ ഒരുപാട് ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒന്ന് രണ്ട് ക്വസ്റ്റ്യന്റെ ഉദാഹരണം കൂടെ കാണിച്ചു തന്നിട്ട് നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഏകദേശം ഈ സിലബസിൽ പഠിക്കേണ്ട മെത്തേഡ്. പിന്നെ എന്താ പറഞ്ഞാല് പിന്നെ ഇനി നെറ്റ് എക്സാമിന് ഇനി എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി എങ്ങനെ പഠിക്കേണ്ട മെത്തേഡ് ഒന്നുമില്ല. നമ്മൾ ആദ്യം സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്നുണ്ട്. അതായത് നമുക്ക് ആദ്യം സ്വന്തം ഒരു ബോധമാണ്. കാരണം ഇത് എന്നുള്ള വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു വിശ്രമമാണ്. നമുക്ക് ഇത് നേടിയുള്ള മെച്ചങ്ങൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ കോളേജിൽ പ്രൊഫസർ ആകാനും അതുപോലെ തന്നെ നമുക്ക് റിസർച്ച് ചെയ്യുമ്പോൾ വലിയൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടാനൊക്കെ ഉള്ള ഒരു വഴിയാണ്, വലിയ എളുപ്പ വഴി എന്നൊക്കെ പറയാം. കാരണം പഠിച്ചിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം. നമുക്ക് വേറെ ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യം, നമ്മൾ പഠിച്ച് ഒരു എക്സാമിന് വേണ്ടി മാത്രം ഒരു 6 മാസം ഒഴിഞ്ഞിരുന്ന് പഠിച്ചാല് നിർബന്ധമായിട്ട് JRF കിട്ടും. അപ്പോൾ വേറൊരു ഷോലും ഇല്ലാതെ വേറെ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് അതിന്റെ കൂടെ തന്നെ നെറ്റ് എക്സാമിന് ഒഴിവുള്ള സമയത്ത് പഠിക്കുന്ന രൂപത്തിലായാലും നമ്മൾ എല്ലാ പ്രാവശ്യം നെറ്റ് എക്സാം എഴുതുന്നുണ്ട് നമ്മൾ ക്വാളിഫൈഡ് ആവില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നോ രണ്ടോ എക്സാമിന് നമ്മൾ ഒഴിഞ്ഞിരിക്കുക, 6 മാസം അല്ലെങ്കിൽ 5 മാസമൊക്കെ നമ്മൾ വേറെ ഒരു ഷോലും ഇല്ലാതെ വേറെ പ്രധാനപ്പെട്ട പരിപാടികൾക്കൊന്നും പോവാതെ നമ്മൾ ഇതിനുവേണ്ടി ഒഴിഞ്ഞിരുന്നാൽ സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ അങ്ങനെ എന്താണ് സെൽഫ് മോട്ടിവേറ്റഡ് ആയതിനു ശേഷം നമ്മൾ ഇതിനു വേണ്ടി നന്നായിട്ട് അധ്വാനിക്കാം. എന്നിട്ട് ഈ മെറ്റീരിയൽ അപ്പൊ ഇതേപോലെ തന്നെ പേപ്പർ 2ന്റെ അതേ ഇമ്പോർട്ടൻസ് പേപ്പർ 1ന് കൊടുക്കണം. കാരണം കട്ട് ഓഫ് ഒക്കെ കാണുമ്പോൾ നമ്മൾ പേപ്പർ 1 ഫുള്ള് മാർക്ക്, പേപ്പർ 2 ഫുള്ള് മാർക്ക് എടുത്താലും പേപ്പർ 1 മാർക്ക് കുറഞ്ഞാൽ നമ്മൾ JRF പോകുന്ന ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞ എക്സാമിന്റെ ഒക്കെ കട്ട് ഓഫ് കാണുന്നത്. അപ്പൊ നമ്മൾ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒരേ ഇമ്പോർട്ടൻസോട് കൂടെ പഠിക്കാം. അങ്ങനെയാണെങ്കിൽ ഇൻഷാല്ല JRFലേക്ക് എത്താം. പിന്നെ JRFന്റെ കട്ട് ഓഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ എക്സാമിനൊക്കെ 300 മാർക്കിലേക്ക് എക്സാം ഉണ്ടാകും. 150 ക്വസ്റ്റ്യൻ ആണ്, ഓരോ ക്വസ്റ്റിന് 2 മാർക്ക് വെച്ചിട്ട് 300 മാർക്കിലേക്കായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക, എക്സാം ഉണ്ടാകാം. അപ്പൊ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് നടന്ന എക്സാമിന് കുറച്ച് കട്ട് ഓഫ് കൂടിയിട്ടുണ്ട്. പക്ഷെ അതല്ലാത്ത എക്സാമിലൊക്കെ ഒരു 210, 212, 208, 206 ഏകദേശം ആ ലെവലിലാണ് JRFന്റെ കട്ട് ഓഫ്. നമ്മളെ കേരളത്തിലുള്ള ഏകദേശം എന്താ പറയുക എക്സാം എഴുതുന്ന ആളുകളൊക്കെ OBC കാറ്റഗറിയിലായിരിക്കും, ജനറൽ കാറ്റഗറി ഉണ്ട്. അപ്പൊ OBC കാറ്റഗറിന്റെ കട്ട് ഓഫ് 210, 212, മാക്സിമം ഒക്കെ 212, 10 വരിക. അപ്പൊ നമ്മൾ ഏകദേശം 105 ക്വസ്റ്റ്യൻ, 150 ക്വസ്റ്റ്യനില് പേപ്പർ 1ഉം പേപ്പർ 2 അടക്കം 150 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ 105 ക്വസ്റ്റ്യൻ 107 ക്വസ്റ്റ്യൻ ഒക്കെ റെഡി ആക്കി നമുക്ക് JRF ഉറപ്പാണ്. അപ്പൊ ബാക്കി 45 ശരിയാക്കിയാൽ നമുക്ക് തെറ്റാക്കിയാലും കുഴപ്പമില്ല, 105 ശരിയാക്കിയാലും നമുക്ക് JRF ഉറപ്പാണ്. പക്ഷെ 105 ശരിയാക്കി നമ്മൾ കുറച്ച് റിസ്ക് എടുക്കണം, കാരണം അത്രയും ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പേപ്പർ 2 നമ്മൾ ചിലപ്പോൾ ടഫ് ആയാലും നമ്മൾ പേപ്പർ 1 സെറ്റ് ആണെങ്കിൽ നമുക്ക് JRF സിമ്പിൾ ആയിട്ട് നേടാൻ കഴിയും. അപ്പോ പേപ്പർ 1 നെവർ മൈൻഡ് ആയി കണ്ട് പേപ്പർ 1 ശ്രദ്ധിക്കണം, പേപ്പർ 2 നല്ലോണം പഠിച്ചു പോകാന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് JRF എന്നുള്ളത് വളരെ അപൂർവമേ കിട്ടുള്ളൂ. മറിച്ച് പേപ്പർ 2ഉം പേപ്പർ 1ഉം ഒരേപോലെ നല്ല അടിപൊളിയാക്കി പഠിച്ച ആളുകൾക്ക് മാത്രമേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ JRFലേക്ക് എത്താൻ പറ്റുള്ളൂ. അത്രയും കോമ്പറ്റീഷൻ കൂടി, ഒരുപാട് ആളുകൾ ഈ മേഖലയിലേക്ക് വന്നു. PG ഒക്കെ ചെയ്യുന്ന ആളുകൾ കൂടി, അപ്പൊ അതിനനുസരിച്ച് JRFന് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ കൂടി, അപ്പൊ അതിനനുസരിച്ച് കോമ്പറ്റീഷൻ കൂടാണ്. അപ്പൊ നമ്മളെ ഏറ്റവും ഇന്ത്യയിലെ തന്നെ 1% ആളുകൾക്ക് JRF കിട്ടും എന്ന് പറയുമ്പോൾ അറബിക്കില് PG ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന 1% ആളുകൾ നമ്മളായി മാറാന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ മെറ്റീരിയലുകൾ അവൈലബിൾ ആണോ, എന്തൊക്കെ ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റുമോ, എത്രത്തോളം ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുമോ, മോക്ക് ടെസ്റ്റുകളായിട്ടും വിവേക്കുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുമോ, ആ ഏരിയയിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ ഒരു JRFലേക്ക് ഉള്ള ഒരു വഴി എന്ന് പറയുന്നത്. അപ്പൊ ഇൻഷാല്ല നമുക്കിനി ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ് പുതിയ മോഡലായിട്ട് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് വരുന്ന കൂടുതലായിട്ട് ആവർത്തിച്ച് വരുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നൊന്ന് പരിചയപ്പെട്ട് ഇൻഷാല്ല നമുക്ക് ഈ സെഷൻ കൂടെ വൈൻഡപ്പ് ചെയ്യാൻ, കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് മറ്റുള്ള സമയങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു കേട്ടോ. നമ്മള് ഇതിന്റെ അർത്ഥത്തിലേക്കോ അല്ലെങ്കിൽ ഇത് ആരെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഡീറ്റെയിൽ ഒന്നും പോകില്ല, ഒരു ക്വസ്റ്റ്യൻ മോഡൽ മാത്രം പറഞ്ഞു കേട്ടോ. وقد أحسن في الاختيار جد الإحسان وقيل إن في اختياره أبلغ منه في شعره എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ഷായറിനെ കുറിച്ചുള്ള വിശദീകരണമാണ്. അദ്ദേഹം എന്താ പറയുക നല്ല കവിതകളും ചീത്ത കവിതകളൊക്കെ സെലക്ട് ചെയ്യുന്ന വിഷയത്തിൽ ഭയങ്കര ഉഷാറായി. അദ്ദേഹത്തിന്റെ ഷീറിനേക്കാളും അദ്ദേഹത്തിന്റെ കഴിവ് മറ്റുള്ള കവിതകളിൽ നിന്ന് നല്ലതിനെ തിരഞ്ഞെടുക്കാനാണെന്നുള്ള ഒരു വാക്യം. അപ്പൊ ഇത് നേരെ ഇങ്ങനെ വായിക്കുമ്പോൾ ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഒരു കവി അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പഠിച്ചിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ കവിതകൾ പഠിച്ചിട്ടുണ്ടാവും, അദ്ദേഹം ജനിച്ച നാട്, ജനിച്ച വർഷം, അദ്ദേഹത്തിന് ഉമ്മ ഉപ്പ ഉണ്ടെങ്കിൽ അവരുടെ പേരൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആരും പ്രതീക്ഷിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു വിശേഷണം തരാണ്. കാരണം അദ്ദേഹം നല്ല സെലക്ട് ചെയ്യാൻ കഴിയുന്ന എന്താ പറയാ ഇഖ്തിയാറിൽ ഭയങ്കര ഉഷാറാണെന്ന് പറയണേ. അപ്പൊ ഇഖ്തിയാർ എന്നുള്ളത് കഴിവ് എന്നുള്ളത് നമുക്ക് എത്ര ചിന്തിച്ചാലും ഒരു ഇത് ആദ്യമായിട്ട് കാണാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആൻസറും ഒരേപോലെ, എല്ലാ ഓപ്ഷനും ഒരേപോലെ. അബൂ തമ്മാം ആണെങ്കിലും ബുഹ്തരി ആണെങ്കിലും ബിലാൽ മഹദി ആണെങ്കിലും ഇബ്നു മുഅത്തസ് ആണെങ്കിലും ഈ വിശേഷം നമുക്ക് എല്ലാത്തിലും ഒരേപോലെ തോന്നും. പക്ഷെ ഇത് ഹസൻ സിയാത്തിൽ ഇതേ വരി അതേപോലെ കൊടുത്തിട്ടുണ്ട്. ആ വരി നേരെ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ,
അപ്പൊ അതാണ് ഉമ്മഹാത്തുൽ കുത്തുബിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പോയിന്റുകൾ ഇപ്പൊ കുറെ ആളുകൾ നമ്മളൊക്കെ പോയിന്റ് നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ ഈ ചെറിയ ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ജനിച്ച നാട്, വർഷം, അവർക്കുള്ള എന്തൊക്കെ സ്ഥാനപ്പേരുകളുണ്ട്, അങ്ങനത്തെ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ വിശേഷണങ്ങൾ, വലിയ സ്റ്റേറ്റ്മെന്റുകൾ നമ്മളിപ്പോ ഷോർട്ട് നോട്ടിൽ ഉൾപ്പെടുത്തൂലല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം. അപ്പൊ അതാണ് ഉമ്മഹാത്തുൽ കുത്തുബ് നേരിട്ട് നോക്കണമെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്നൊക്കെ മനസ്സിലാകുന്നത്. ഓക്കെ, ഇതിന്റെ അർത്ഥത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, അബുത്തമാനെ കുറിച്ച് ഡീറ്റെയിൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ആ കിതാബ് ഹസനിയാത്ത് നോക്കി ഈ ഏരിയ നോക്കിയാലാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറെ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരും. അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് രണ്ടും ശരിയാണ്, ഈ രണ്ടും തെറ്റാണ്. അപ്പൊ ഒരു കാര്യം മാത്രം പഠിച്ചു പോയാൽ പോരാ. ഒരു ക്വസ്റ്റ്യൻ ശരിയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം. സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണം, രണ്ട് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ ക്വസ്റ്റ്യൻ എന്താ പറയാ അർത്ഥം വെക്കുക അല്ലെങ്കിൽ അങ്ങനെ ആൻസർ അനലൈസ് ചെയ്യാൻ പോകുന്നില്ല, ഒരു മോഡൽ കാണിച്ചു തന്നെ. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ചിലപ്പോൾ രണ്ടും ശരിയായിരിക്കും, ചിലപ്പോൾ രണ്ടും തെറ്റായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് ശരി രണ്ട് തെറ്റ്, അങ്ങനെ ആ നിലക്കൊക്കെ വരും. അപ്പോൾ ഒരു ക്വസ്റ്റിന് തന്നെ കുറെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ വരും. അങ്ങനെ രണ്ട് കാര്യങ്ങൾ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും അറിയണം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അറിയണം, നിനക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ശരി, അപ്പൊ ഇങ്ങനത്തെ കൂടുതൽ ചിന്തിക്കേണ്ട, സമയം ചെലവഴിക്കേണ്ട ക്വസ്റ്റ്യനുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ കുറച്ച് ബൈറ്റ് എന്നിട്ട്, ഇത് ഒന്നാമത്തെ വീട്ടിലെ കൂടുതൽ കാണുന്നത് ജാഹിലിയ കാലത്ത്, ഉമവിയ കാലത്ത്, അബ്ബാസിയ കാലത്തൊക്കെ ഷായര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവരെ ബൈത്തുകൾ നോക്കിയൊക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് ഹസനിയാത്തിലൊക്കെ അവരൊരു പ്രൊഫൈലൊക്കെ പറഞ്ഞതിന് ശേഷം കുറച്ച് ബൈത്തുകൾ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് മുത്തനബിന്റെ രണ്ടുവരി ബൈത്ത് കവിത, ഹസനിയാത്തിലുള്ള കവിത അതേപോലെ NTA കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. അപ്പോ എന്താ പറയുക, ഈ ഹസനിയാത്തൊക്കെ നോക്കുമ്പോൾ അവരെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ അവരെ കൂടെ കൊടുത്ത കുറച്ച് ബൈത്തുകൾ ഒന്ന് കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് എന്താ പറയുക, ഫസ്റ്റത്തെ വരി അല്ലെങ്കിൽ ചെറിയ ഒന്ന് രണ്ട് വാക്കുകളൊക്കെ പഠിച്ചിട്ട് ആ നിലക്ക് ഒരു കാണാണ്ട് പഠിക്കുന്ന രൂപത്തിലേക്ക് എത്താം. ഫുള്ള് ബൈത്തുകൾ കാണാണ്ട് പഠിക്കാതെ നടക്കൂല. എന്താ പറയുക, കുറച്ച് നമ്മൾ തന്നെ ഒന്ന് രണ്ട് ഫസ്റ്റത്തെ വരികളൊക്കെ പഠിച്ചിട്ടില്ല, ഫസ്റ്റത്തെ ഒന്ന് രണ്ട് ലെഫ്റ്റുകളൊക്കെ പഠിച്ചിട്ട് അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള പഠനമായിരിക്കണം ബൈത്തുകളൊക്കെ പഠിക്കുമ്പോൾ കേട്ടോ. അപ്പൊ അങ്ങനെ ബൈത്തുകൾ തന്നിട്ട് ഇതാരെ കവിത എന്ന് ചോദിക്കും. പിന്നെ വേറെ ചോദ്യം എന്ന് പറയുന്നത്, ഇവര് ജനിച്ചത് അല്ലെങ്കിൽ ഇവരെ നാട് ഇതിനൊക്കെ വിട്ടിട്ട് ഇവരൊരു സിഫത്ത് വരും. ഒരു മുവശഹാത്തിന്റെ കവികളിൽ പെട്ടതാണ്, അതിനെ സ്പെയിനിലെ ഒരു രാജകുടുംബത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് പറയുന്ന ഒരു വിശേഷണം തന്നിട്ട് ഇതാരാണ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രൂപത്തിൽ ക്വസ്റ്റ്യൻ, അതായത് അദ്ദേഹത്തിന്റെ നമുക്ക് അറിയാതെ നമ്മൾ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിക്കുന്ന തന്നെ അറിയപ്പെട്ട സിമ്പിൾ ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് പല ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. എന്നാലും അദ്ദേഹത്തിന്റെ കുറെ വിശേഷണങ്ങൾ വന്നിട്ട് ഇത് ആരെ കുറിച്ചാണ് വിശേഷണം, ആ നിലക്കുള്ള ഓരോരുത്തരെ കുറിച്ചുള്ള വിശേഷണം വരും. ഓക്കെ, പിന്നെ ഏതാണ് അല്ലഫാത്തുൽ ജാഹിൽ, അതായത് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ കുറെ കിതാബുകൾ എന്നിട്ട് ഇതിൽ ഇന്ന ആളുടെ കിതാബ് ഏത് വരിയിലാണ് പറയുന്നത്. അപ്പോൾ ഇപ്പൊ ഈ 4 ഓപ്ഷൻ നോക്കുമ്പോഴും ഏകദേശം കിതാബുകളൊക്കെ എല്ലാ ഓപ്ഷനിലും ഉണ്ട് അല്ലെ. അപ്പൊ ഇതിൽ ജാഹിദിന്റെ കിതാബ് മാത്രമുള്ള ഓപ്ഷൻ ഏതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏകദേശം എല്ലാ വരിയിലും ജാഹിദിന്റെ കിതാബുകളുണ്ട്, പക്ഷെ ജാഹിദിന്റെ അല്ലാത്ത ഒന്ന് രണ്ട് കിതാബുകൾ അതിലുണ്ട്. അപ്പൊ ജാഹിദിന്റേത് മാത്രമുള്ള ഓപ്ഷൻ ഏത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഈ നിലക്ക് കിതാബുകൾ കുറെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജാഹിദിനൊക്കെ ഒരുപാട് കിതാബുകൾ, 100-ന്റെ അടുത്ത് കിതാബുകളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ ഇപ്പൊ ഈ ഓപ്ഷനിലൊക്കെ പ്രധാനപ്പെട്ട കിതാബ് മാത്രമേ തന്നിട്ടുള്ളൂ കേട്ടോ, പൊതുവെ അങ്ങനെ തരലുള്ളൂ. അപ്പൊ ആ നിലക്കുള്ള ക്വസ്റ്റ്യൻ, കിതാബുകൾ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ തന്നെ മുഹമ്മദ് തൈമൂറിന് ഒരു അവാർഡ് കിട്ടി, അത് ഏത് കിതാബിനാണെന്ന്. അപ്പൊ നമ്മൾ അസ്സൽ ഹദീസ് പഠിക്കുമ്പോൾ കിതാബുകൾ പഠിക്കണം. ആ കിതാബിന്റെ കൂടെ തന്നെ ഏതെങ്കിലും കിതാബിന് അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ചില പുസ്തകത്തിനൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടാവും, നോബൽ പ്രൈസ് കിട്ടിയ അഹ്ലാ മുഹറത്തിനെ പോലെ ചെറിയ ചെറിയ അവാർഡുകളൊക്കെ കിട്ടിയ ഓരോ പുസ്തകങ്ങളുണ്ട്. അപ്പൊ ഓരോ എന്താ പറയുക, എഴുത്തുകാരുടെ കുറെ പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ കഴിയില്ലെങ്കിൽ പ്രധാനപ്പെട്ട അവരുടെ ആത്മകഥകള്, അവർക്ക് എന്തെങ്കിലുമൊക്കെ അവാർഡ് കിട്ടിയ കിതാബുകൾ ഇത് പഠിക്കണം. അപ്പൊ ഇതുണ്ട് ജായിസത്ത് ദൗലത്ത് തഷ്ജിയ കിട്ടിയത് ഏത് കിതാബിനാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കിതാബിന്റെ അവാർഡുകൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഒരു നെഹവിയായ ക്വസ്റ്റ്യൻ കേട്ടോ, ഇല്ല കൊണ്ട് ഇസ്ന ചെയ്യുമ്പോൾ അതിനെന്താ പറയാന്നുള്ളത്. ഇപ്പൊ നെഹവ് എന്നുള്ള ഇസ്ന, അതിന് എന്താ പറയുക മുൻസരിഫ്, പിന്നെ ഇന്ന അന്ന, അത് തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ എന്താ പറയുക, വാവ് കൊണ്ടുള്ള യാ കൊണ്ടുള്ള നിസ്ബ്, അങ്ങനത്തെ ഫുറൂഇയായ ഇറാബുകൾ, അങ്ങനത്തെ ക്വസ്റ്റ്യനുകളും നെഹ്വിയ ക്വസ്റ്റ്യനുകളുണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞത് ഓരോ കിതാബിനെ കുറിച്ച്, ഇപ്പൊ 9-ാമത്തെ യൂണിറ്റിൽ ഇന്ത്യൻ കിതാബുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ കിതാബ് എത്ര ജുസ് ഉണ്ട്, ആ കിതാബിൽ എന്തൊക്കെ വിഷയങ്ങളാണ് പറയുന്നത്. ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും, എന്താ റിജാലു സിന്ധി വൽ ഹിന്ദ് എന്ന കിതാബില് എത്ര നൂറ്റാണ്ട് മുതൽ എത്ര നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ചോദിച്ചത്. അപ്പം കിതാബ് അതിൽ എത്ര ഉണ്ട്, അത് ആരാണ് എഴുതിയതിന് പുറമെ ആ കിതാബിൽ എന്താണ് പറയുന്നത് എന്നുള്ള ചെറിയൊരു ഐഡിയ എങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ റിജാലു സിന്ധി വൽ ഹിന്ദ് എന്നുള്ളത് നമുക്ക് ഇന്ത്യൻ ലിറ്ററേച്ചറിലെ കിതാബുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ തന്നെ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞല്ലോ 10 കിതാബുകൾ പഠിക്കണ്ടല്ലോ. ആ കിതാബിൽപ്പെട്ട കിതാബാണ് റിജാലു സിന്ധി വൽ ഹിന്ദ് ഉള്ളത്. അപ്പൊ ആ കിതാബ് ഏത് കാലം മുതൽ ഏത് കാലം വരെയുള്ള വിഷയങ്ങൾ അതിൽ പറയുന്നത് എന്നുള്ള ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോ
ഏകദേശം നമ്മള് എന്താ പറയുക പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ കവർ ചെയ്തു. പിന്നെ ഇനി നിങ്ങളെ സമയമാണ്. അതായത് നമ്മള് ഇപ്പൊ ഏകദേശം കുറെ മോട്ടിവേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടാകും, കുറെ ഐഡിയകളൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ ഇനി എന്താണ് സിലബസ് മാറാൻ വേണ്ടിയിട്ട്, സിലബസ് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാതെ ഇനി ഏകദേശം ഒരു 5 മാസത്തോളം, അടുത്ത ജൂൺ എക്സാം ആകുമ്പോഴേക്കും ഏകദേശം ഒരു 6 മാസത്തിൽ താഴെയായിട്ടുള്ള സമയങ്ങൾ, ഏകദേശം ഒരു 160 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഓരോ ദിവസം കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് ഓരോ ദിവസത്തെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് നോട്ട് തയ്യാറാക്കി ക്വസ്റ്റ്യനുകൾക്ക് പ്രിപ്പയർ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം ഇൻഷാല്ല. ഒരു ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ പുതിയൊരു തീരുമാനം നമ്മൾ എന്തായാലും എടുക്കുമല്ലോ. അപ്പൊ ഈ വർഷത്തെ നമ്മുടെ തീരുമാനം എന്ന് പറയുന്നത് എന്തായാലും ഈ പ്രാവശ്യത്തെ നെറ്റ് എക്സാം, അതായത് വരുന്ന ജൂൺ എക്സാം ക്രാക്ക് ചെയ്യുന്നുള്ള ഒരു തീരുമാനം ആവട്ടെ എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ആ ഒരു ഇപ്പൊ കിട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ക്ലാസ്സുകളിൽ ഓരോ സെഷനുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഊർജ്ജം, അത് നിങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കാണുമ്പോൾ ആ ഊർജ്ജം നഷ്ടപ്പെടാതെ അത് ഓരോ ദിവസം നമ്മൾ ഊർജ്ജം കൂടി കൂടി എക്സാം വരെ ആ ഒരു സ്ഥിരമായ രൂപത്തിൽ ഊർജ്ജം നിലനിർത്തി പോന്നാൽ നിർബന്ധമായിട്ടും ഇൻഷാല്ല JRF നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ JRF എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി തന്നെ ആയിരിക്കണം നമ്മൾ ഓരോ പഠനങ്ങളും. നെറ്റ് അതിന്റെ പുറമായിട്ട് കിട്ടും, പക്ഷെ നമ്മൾ JRF എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാല്ല ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാല് നമ്മൾ ക്രിസ്റ്റൽ എജു ഹബ്ബ് സംഘടിപ്പിക്കുന്ന വെബിനാറാണ് നമ്മളിപ്പോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ക്രിസ്റ്റലിന് കീഴിൽ ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേപ്പർ 1, അതുപോലെ തന്നെ ഹിസ്റ്ററി, കൊമേഴ്സിലൊക്കെ. അതേ കൂടെ തന്നെ ഈ വർഷം ഇൻഷാല്ല പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാണ് അറബിക്കിന്റെ കോഴ്സ്. അപ്പോൾ അറബിക്കിന്റെ കോഴ്സ് എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ 10 യൂണിറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളും ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന അവസരത്തിൽ കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ റെക്കോർഡ് ക്ലാസ്, നല്ല ക്വാളിറ്റിയിൽ നല്ല സിസ്റ്റമാറ്റിക് ഒരു ആപ്പ് ഒക്കെ സംവിധാനിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സിസ്റ്റം ഒക്കെ തയ്യാറാക്കിയിട്ടുള്ള ക്രിസ്റ്റലിന്റെ കീഴിൽ ഒരു അറബിക്ക് ഒരു കോഴ്സ് ആരംഭിക്കുകയാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇൻഷാല്ല നമ്മുടെ അറബിക്കിന്റെ എന്താ പറയാ ആപ്പ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടാകുക. അതായത് ലൈവ് ക്ലാസ് സൂം വഴിയായിരിക്കും. പിന്നെ അത് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അത് ആപ്പിൽ അതിന്റെ റെക്കോർഡുകളും അവൈലബിൾ ആയിരിക്കും. അതിലേക്കുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും, പിന്നെ അതിലേക്കുള്ള ക്ലാസ്സുകളായിരിക്കും, പിന്നെ നിരന്തരമുള്ള മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഉമ്മഹാത്തുൽ കുത്തുബൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ, നോട്ടുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ എക്സാമിന്റെ ഒക്കെ സമയമാകുമ്പോൾ അതിനനുസരിച്ച് വർഷങ്ങൾ എല്ലാത്തിനും പ്രാധാന്യമാണോ വെച്ചാൽ പ്രാധാന്യമാണ് കേട്ടോ. കാരണം വർഷത്തിനനുസരിച്ച് ഓർഡർ ആക്കാനൊക്കെ വരും. ഒരാൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. കിതാബ്, അതുപോലെ തന്നെ ജനിച്ച വർഷം, മരിച്ച വർഷമൊക്കെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറെ സമയം അതിന്റെ ബാക്കിൽ ഇങ്ങനെ കൂടുമ്പോൾ അതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അതൊന്നും ഒരു നിർബന്ധമായിട്ട് അതൊന്നും വലിയ സംഭവമായിട്ട് കാണേണ്ട ആവശ്യമില്ല. അതിന്റെ കുറെ കാലം ഇങ്ങനെ അതിന്റെ ബാക്കിൽ ഇങ്ങനെ പഠിച്ച് റിവൈസ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ എന്താ പറയുക, ഒരു 5ാമത്തെ റിവിഷനും 10ാമത്തെ റിവിഷനൊക്കെ എത്തുമ്പോൾ നമുക്ക് അത് സിമ്പിൾ ആയിട്ട് കൂടും. അപ്പോൾ വർഷങ്ങളൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, വർഷങ്ങളൊന്നും അത്ര വലിയ സംഭവമല്ല. അത് പഠിക്കാൻ നിർബന്ധമാണ്, പക്ഷെ പഠിക്കാൻ അത്ര വലിയ സംഭവമല്ല. ഓക്കെ. അപ്പൊ ഇൻഷാല്ല അപ്പൊ ഞാൻ ക്രിസ്റ്റലിന്റെ ഒരു അറബിക് കോഴ്സ് എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്യാണ്. ഒരുപാട് പുതിയ പ്രത്യേകതകളും ഒരുപാട് എന്താ പറയാ നിങ്ങൾക്ക് സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ കുറഞ്ഞ ഫീ കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അവൈലബിൾ ആക്കും. നിങ്ങൾക്ക് അറിയിച്ചുതരാം, ഗ്രൂപ്പിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയിക്കും. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് അടുത്തൊരു ദിവസം, അതായത് നാളെ തന്നെ നമ്മുടെ ഒരു ക്രിസ്റ്റലിന്റെ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പൊ കുറെ ആളുകൾ നല്ല കഴിവുള്ള കുട്ടികളാണ്, പക്ഷെ സാമ്പത്തികമായിട്ട് അവർക്ക് ജോയിൻ ചെയ്യാൻ പ്രയാസം. അപ്പോൾ അവർക്ക് 50% പകുതിയോളം എന്താ പറയാ കുറവ് വരുത്തിയിട്ട് ഫീൽ ഡിഡക്ഷൻ വരുത്തിയിട്ട് അവർക്ക് സ്കോളർഷിപ്പ് ടെസ്റ്റ് ചെയ്ത് പാസ്സാകുന്ന ആൾക്ക് ഫീ പകുതിയോളം കുറക്കും. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് എഴുതുന്ന എല്ലാവർക്കും ഫീൽ നല്ലൊരു കുറവുണ്ടാകും. ആ നിലക്കുള്ള ഒരു സിസ്റ്റം ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് നാളെ ഏകദേശം 8:30 ആകുമ്പോഴേക്കും നടക്കും. അപ്പൊ അതിന്റെ ലിങ്ക് കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വാട്സപ്പിൽ നിങ്ങൾക്ക് ആ സമയം അവൈലബിൾ ആകും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇൻഷാല്ല ആപ്പിന്റെ ലിങ്ക് കാര്യങ്ങൾ ക്രിസ്റ്റൽ തന്നെയാണ്, പക്ഷെ ക്ലാസ് തുടങ്ങിയിട്ടില്ല, കോഴ്സ് തുടങ്ങിയിട്ടില്ല. കോഴ്സ് തുടങ്ങുമ്പോൾ ആപ്പിൽ അവൈലബിൾ ആകുള്ളൂ. ക്രിസ്റ്റൽ എന്നുള്ള പേരിലുള്ള ക്രിസ്റ്റലിന്റെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അതിലായിരിക്കും ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റുകൾ, മെറ്റീരിയലൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഏതായാലും ഇൻഷാല്ല നാളത്തെ വെബിനാർ എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ വെബിനാറിൽ പാസ്സാകുന്ന ആൾക്ക് നല്ല ഒരു ഫീൽഡ് ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇൻഷാല്ല നെറ്റ് എക്സാമിനെ കുറിച്ചുള്ള ഏകദേശം ഐഡിയ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇൻഷാല്ല ഇതിന്റെ ഈ ഒരു ക്ലാസ്സിന്റെ സെഷന്റെ ഒരു റെക്കോർഡ് അവൈലബിൾ ആകും കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് റെക്കോർഡ് അവൈലബിൾ ആകും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. പക്ഷെ അതിന് നമുക്ക് അടുത്ത സെഷനിൽ അടുത്ത സമയത്ത് നമുക്കൊരു വേറെ സെഷനിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാവിധ ക്രിസ്റ്റൽ എജു ഹബിന്റെ എല്ലാവിധ സന്തോഷങ്ങളും നേർന്ന് എല്ലാവിധ വിജയാശംസകളും പഠിക്കാനുള്ള എല്ലാവിധ സപ്പോർട്ടും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും.